ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. യുവന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാമ്നാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗോവിന്ദനാമസങ്കീർത്തനം. ഇതെല്ലാവരും ചൊല്ലാത്ത ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭാഗവത്തിലെ ദശമസ്കന്ധമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ അവസാനത്തെ ഒരധ്യായം, 90-ാമത്തെ അധ്യായം, അതൊരു ദശമസ്കന്ധത്തിനൊരു ആരതി ഒഴിയാണ്. അതിലാദ്യത്തെ ശ്ലോകം: സുഖം സുപുര്യാം ദിവസൻ ദ്വാരകായാം ശ്രിയഃപതി സർവസമ്പത്സമൃദ്ധായാം ജുഷ്ടായാം വൃഷ്ണിപുംഗവൈഃ. സുഖം സ്വപുര്യാം നിവസൻ ദ്വാരകായാം ശ്രിയഃപതി. ആ ദ്വാരകയിൽ ശ്രിയഃപതിയായിരിക്കുന്ന ഭഗവാൻ സുഖമായിട്ട് കഴിയുന്നു എന്ന് പറഞ്ഞു നിർത്തുന്നു. അതിലിപ്പോൾ എന്താ അത്ഭുതം ചോദിച്ചാൽ അത്ഭുതമുണ്ട്. ഭഗവാൻ സുഖമായിട്ട് കഴിയുക പറഞ്ഞാൽ ഭഗവാൻ എത്ര ഭാര്യമാരാണ്? 16,108 ഭാര്യമാർ. എത്ര കുട്ടികളാണ്? ഓരോ ഭാര്യയിൽ 10 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും. അപ്പോൾ എത്ര മക്കളുണ്ട്? ഒരു ഭാര്യയെ നോക്കാൻ 100 ദാസിമാർ. അപ്പോൾ എത്ര പേരവിടെ ഉണ്ട്? ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ 100 അധ്യാപകർ. അപ്പോൾ എത്ര പേര് ഈ ആ ദ്വാരകയിലുണ്ട്? എന്നിട്ടും ആ ഭഗവാൻ എങ്ങനെ കഴിഞ്ഞു? സുഖം സുപുര്യാം ദിവസൻ. ഭഗവാന്റെ ശാന്തിക്ക് ഇതൊന്നും തടസ്സമല്ല എന്നർത്ഥം. ഇവിടെ നമ്മളുടെ കഥ, ഒരു ഭാര്യയും ഒരു കഷ്ണം കുട്ടിയും. കേട്ടെന്നെ ആഴ്ചയിൽ കൗൺസിലിങ്ങിന് പോവുക. സമാധാനമില്ല. വീട്ടിലെ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴേ സമാധാനമില്ല. അതിനെ അവിടെ വന്നിരിക്കുന്നത്. കുറച്ച് നേരത്ത് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്. ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക വെച്ചാൽ സുഖമുണ്ട്. അഥവാ ഉറങ്ങിയാലും സുഖമുണ്ട്. രണ്ടായാലും ലാഭ. വീട്ടിൽ പോയി ഉറക്കില്ല. ഇവിടെ ഇരുന്ന് ഇത് കേൾക്കുമ്പോൾ ഒരു ഉറക്കം. ചില പറയാറുമുണ്ട്, ഹരിഗോവിന്ദൻ്റെ പ്രഭാഷണം കേട്ടിട്ടാണ് ഞാൻ ഇന്നും ഉറങ്ങാറ് എന്നൊക്കെ ചില പറയാറുണ്ട്. അതുപോലെ ആക്കി പറഞ്ഞതാണോ ഈ കാര്യമായിട്ട് പറയുന്നതാണോ അറിയില്ല. അത് കേൾക്കുമ്പോഴേക്കും ഉറക്കം വരികയാണ്. 2 മിനിറ്റ് കേൾക്കുമ്പോഴേക്കും അങ്ങോട്ട് ഉറങ്ങാൻ സാധിക്കുമെങ്കിൽ വലിയ കാര്യമാണ്. കാരണം മക്കൾക്ക് സാധിക്കണില്ല അമ്മമാരെ ഉറക്കാൻ. ആചാര്യന്മാരെ ഞങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ വൈകുണ്ഠം ഉറപ്പാണ്. രണ്ടായാലും മുക്തി തന്നെ. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്തിന് എത്ര കണ്ട് പ്രത്യേകത. ഇവിടെ ഭഗവാൻ ഇത്രയധികം പത്നിമാരും മക്കളും ഒക്കെ ഉണ്ടായിട്ടും സുഖമായിട്ട് കഴിഞ്ഞു. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കും തോന്നണം അങ്ങനെയൊക്കെ സാധിക്കുമോ? ഇവിടെ നമ്മൾ ധരിച്ചില്ല. ഈ ലോകത്ത് വന്നു പെട്ടാൽ ദുഃഖിക്കണം എന്നാണ് വിചാരിച്ചത്. അല്ല, ഈ ലോകത്ത് വന്നിട്ടും ദുഃഖിക്കാതിരിക്കാൻ ചിലർക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ അതെങ്ങനെ സാധിക്കുമെന്നൊരു ചിന്ത ഉള്ളിലുണ്ടാവണം. അങ്ങനെ ഉണ്ടാവുമ്പോഴാണ് അതിൻ്റെ വഴി. ആ ചിന്ത ഇല്ലാത്തവരെ നമ്മൾ നിർബന്ധിക്കേണ്ട കാര്യമില്ല. ഭാഗവതം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരെ മാത്രമേ നമ്മൾ ഇരുത്തണ്ടൂ. ആഗ്രഹിക്കാത്ത ആളെ വേണം. ഭാഗവതം കേൾക്കണം എന്ന മോഹമുള്ളവരെ മാത്രമേ എന്ത് വേണ്ടൂ? അവരെ കൊണ്ടിരുത്തണ്ടു. അവരോടെ വരാൻ പറയണ്ടു. അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കണ്ടു. അല്ല, ഭാഗവതം കേൾക്കാണ്ട് തന്നെ സമാധാനമായിട്ടിരിക്കുന്നുണ്ട്, ഇരിക്കട്ടെ. അതല്ലേ വേണ്ടത്. എന്തായാലും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ അടുത്ത ചോദ്യം, ഈ സുഖം എന്നും ഉണ്ടാവുമോ? ചേട്ടതാ ചോദിക്കുക, എന്തിനാപ്പം ഭാഗവതം കേൾക്കണം? ഇപ്പം എന്താ ഒരു കുഴപ്പം? ഇപ്പം കുഴപ്പമില്ല. കാരണം ആരോഗ്യമുണ്ട്, സേവ പറയാൻ ആളുകളുണ്ട്, അത്യാവശ്യം അക്കൗണ്ടിലുണ്ട്, ബാലൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടും. ഇത് നാളെ ഉണ്ടാവുമോ? അതാ ചോദ്യം. നാളെ കാശ് നഷ്ടപ്പെട്ടാൽ ഇങ്ങനെ തന്നെ പറയുമോ? നാളെ ഒരു രോഗം വന്നാൽ ഇതന്നെ പറയുമോ? നാളെ ഭാര്യയോ മക്കളോ പറഞ്ഞാൽ കേൾക്കാണ്ടായാൽ ഇതേ വർത്തമാനം പറയുമോ? ഇല്ല. അവിടെയാണ് പ്രശ്നം. ഈ സുഖം എന്നും ഉണ്ടാവുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്തിനാ ഭാഗവതം? എന്തിനാ ഈശ്വരൻ? എന്തിനാ ഈ തത്വചിന്തകളൊക്കെ? എന്തിനാണ്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. യതി ജന്മജരാ മരണം ന ഭവേത്, യതി ഇഷ്ടവിയോഗ ഭയം ന ഭവേത്, യതി സർവം അനിത്യമിതം ന ഭവേത്, ഇഹ ജന്മനി കസ്യ രതിർന ഭവേത്. പണ്ട് ഒരു കഥയായിട്ട് പറയേണ്ടതാണ്. സിദ്ധാർത്ഥൻ സന്യസിച്ചു. അങ്ങനെ ബുദ്ധനായല്ലോ. അപ്പം അച്ഛൻ അടുത്തു വന്ന് ചോദിക്കുകയാണ് മകനോട്, നീ എന്തിനീ സന്യസിച്ചു? കാരണം ചെറുപ്പത്തിലെ ഒരു സൂചന ഉണ്ട്, ഇയാൾ സന്യസിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ അച്ഛൻ രോഗം കാണിക്കില്ല, പ്രായമുള്ളവരെ കാണിച്ചു കൊടുക്കില്ല. കാരണം വിരക്തി വന്നാലോ കരുതിയിട്ട് മരണം എന്തെന്ന് അയാൾക്ക് അറിയില്ല. അങ്ങനെ വളരെ ശ്രദ്ധിച്ച് വളർത്തിയതാണ്. ഒരിക്കൽ ഇദ്ദേഹം മരണം കണ്ടു, പ്രായമുള്ളവരെ കണ്ടു, വാർദ്ധക്യം കണ്ടു, രോഗം കണ്ടു, വിരക്തി വന്നു. സന്യസിക്കുമ്പോൾ അടുത്ത് വന്ന് അച്ഛൻ ചോദിക്കുകയാണ്, എന്താ ഉണ്ണി, ഇവിടെ എന്തൊരു പ്രശ്നം? നല്ല കൊട്ടാരല്ലേ ഇവിടെ? നീ ചെറുപ്പല്ലേ, സുന്ദരനല്ലേ, പറഞ്ഞാൽ കേൾക്കണ നല്ല ഭാര്യയല്ലേ, നല്ല മിടുക്കനായിട്ടൊരു ഉണ്ണി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള നീ എന്തിന് ഈ അരമന വിട്ട് സന്യസിക്കണം എന്ന് ചോദിച്ചപ്പം ആ സിദ്ധാർത്ഥൻ അല്ലെങ്കിൽ ബുദ്ധൻ പറഞ്ഞ ശ്ലോകാത്രേ, അച്ഛാ ഞാൻ സന്യസിക്കില്ല. എങ്ങനെയാണെങ്കിൽ
ഇതിന് ഉത്തരം പറയണം. യതി ജന്മജരാമരണം ന ഭവേത്, എനിക്കിനി ജര വരില്ല അല്ലെങ്കിൽ നര വരില്ല എന്ന് അച്ഛൻ വാക്ക് തരും. ഈ സൗന്ദര്യം നാളെ ഉണ്ടാവുമെന്ന് സത്യം ചെയ്യൂ. ഇപ്പോൾ സൗന്ദര്യമുണ്ട്, ആരോഗ്യമുണ്ട്, അത് ഒരു 10 കൊല്ലം കഴിഞ്ഞാലും ഉണ്ടാവും എന്നുള്ളത് ഒന്ന് അച്ഛൻ ഉറപ്പ് പറയുമെങ്കിൽ, എനിക്ക് രോഗം വരില്ല എന്ന് അച്ഛൻ ഉറപ്പ് പറയുമെങ്കിൽ, ഇപ്പം പറഞ്ഞാൽ കേൾക്കണം എൻ്റെ ഭാര്യ നാളെയും പറഞ്ഞാൽ കേൾക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഈ സ്വർണ്ണ കൊട്ടാരം വലിയ കേമായിട്ടുള്ള അരമന അത് എന്നും നിലനിൽക്കുമെങ്കിൽ ആരെ ഈ ലോകത്ത് സന്യസിക്കുക? ആരാ സപ്താഹം കേൾക്കാൻ വരിക? സപ്താഹം കേൾക്കാൻ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അർത്ഥം അത്ര കണ്ട് ദുഃഖം അനുഭവിക്കുന്നുണ്ട് അങ്ങനെയില്ല കേട്ടോ. അങ്ങനെയില്ല. വളരെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടെങ്കിൽ കുറച്ച് എന്തോ ദുഃഖം ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ അർത്ഥം. ചിലർ പറയില്ല കേട്ടോ, ഞാൻ ദുഃഖമൊന്നും അനുഭവിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് ഭാഗവതം കേൾക്കാൻ ഇഷ്ടമാണെന്ന്. ഈ ജന്മത്തിലാവില്ല, പൂർവ്വജന്മത്തിൽ എന്തോ കാര്യമായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. കുറച്ച് വിവേകം ഭഗവാന്റെ ആനുകൂല്യം ഉണ്ടെങ്കിലാണ് ദുഃഖിച്ചിരിക്കുമ്പോൾ ഭാഗവതം കേൾക്കാൻ തോന്നുക. അല്ലാത്തവർക്ക് കള്ളഷാപ്പ് പോകാനാണ് തോന്നുക. രണ്ട് വ്യത്യാസമുണ്ട്. ദുഃഖം വരുമ്പോൾ ചിലർ ഭാഗവത്തിനോട് അടുക്കും, ചിലർ മറ്റ് ലഹരിയുടെ പിന്നാലെ പോവും. അതിൻ്റെ പിന്നാലെ പോയാൽ അത് ദുഃഖം ഉണ്ടാക്കും, തനിക്കും ദുഃഖം ഉണ്ടാക്കും, ബന്ധുക്കൾക്കും ദുഃഖം ഉണ്ടാക്കും. ഇതുകൊണ്ടൊരു ദുഃഖമില്ല. നമ്മൾ ഭാഗവതം വായിച്ചാൽ ആർക്കാ ബുദ്ധിമുട്ട് ഉണ്ടോ? ഈ ബുദ്ധിമുട്ടിൻ്റെ വാതിൽ കുറ്റിട്ട് വായിച്ചാൽ മതി. അവർ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, ആർക്കുമില്ല. മറ്റുള്ളവർക്ക് ഉപദ്രവമില്ല. അവനവനെ സമാധാനമായിട്ട് ഇരിക്കാനും സാധിക്കും. അതുകൊണ്ട് സുഖിക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, ഏതൊരു സാഹചര്യത്തിലും സന്തോഷമായിട്ടിരിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഏകാദശം കേൾക്കൂ. ഇനി ഏകാദശ സ്കന്ധം ആരംഭിക്കേണ്ടതിലെ വിഷയം ശാന്തി. സുഖമായിട്ടിരിക്കണം എന്നല്ലേ മോഹം. സുഖം എന്ന് പറഞ്ഞത് അത്ര ശരിയല്ല എന്നാണ് അറിവുള്ളവർ പറയുക. സുഖം എന്ന് പറഞ്ഞാൽ ദുഃഖം അനുഭവിക്കേണ്ടി വരും. നമുക്ക് സുഖമാവണം എന്നാണ് മോഹം, പക്ഷേ സുഖമാവണം എന്ന് മോഹമുള്ളത് കൊണ്ടാണ് ദുഃഖം ഉണ്ടാവുന്നത്. ശരിക്കും എന്താ ആഗ്രഹിക്കേണ്ടത്? ഒന്നും വേണ്ട, സുഖവും വേണ്ട, ദുഃഖവും വേണ്ട. എപ്പോഴും ആനന്ദമായിട്ടിരുന്നാൽ മതി. ഉറക്കത്തിലുള്ളതുപോലെ. ഉറക്കത്തിൽ എന്താ അനുഭവിക്കുന്നത്? സുഖമാണെന്നൊക്കെ പറയും. അല്ലല്ല, അത് ഉണർന്നിട്ട് നമ്മൾ പറയണം എന്താ സുഖമായിരുന്നു ഉറക്കുന്ന. ഒന്നും അനുഭവിച്ചിട്ടില്ല. സുഖം എന്ന് പറയാൻ കാരണം അവിടെ ദുഃഖം ഉണ്ടായില്ല എന്നുള്ളതുകൊണ്ടാണ്. എന്താണ്? ഉറക്കത്തിൽ ദുഃഖം ഉണ്ടായിട്ടില്ല എന്നേ ഉള്ളൂ. സുഖം അനുഭവിച്ചോ? എന്തെങ്കിലും കഴിച്ചോ, കുടിച്ചോ? ഉറക്കത്തിൽ പരദൂഷണം പറഞ്ഞോ? ഇല്ല. സീരിയൽ കണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ സുഖം ഉണ്ടായി? ഇല്ല. കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, തൊട്ടിട്ടില്ല, വാസനിച്ചിട്ടില്ല. പിന്നെ സുഖം എന്ന് പറയുന്നത് എന്താ ചോദിച്ചാൽ ദുഃഖം ഉണ്ടായില്ല ആ സമയത്ത്. അതേ പ്രാർത്ഥിക്കണ്ടോ? ദുഃഖം ഇല്ലാണ്ടിരിക്കുക, അതുതന്നെയാണ് സുഖം. അല്ലെങ്കിൽ ദുഃഖത്തിൻ്റെ അപേക്ഷയിലാണ് സുഖവും, സുഖത്തിൻ്റെ അപേക്ഷയിലാണ് ദുഃഖവും. നമ്മൾ ദുഃഖം തന്നെ അനുഭവിക്കുന്നില്ലെങ്കിൽ സുഖം നമുക്ക് മനസ്സിലാവും. അധികം പ്രായമുള്ളവർ ഭാഗവതം കേൾക്കാൻ കാരണം എന്താ? ചെറുപ്പക്കാർ കേൾക്കാതിരിക്കുന്നതിൻ്റെ കാരണം എന്താ? അന്വേഷിച്ചിട്ടുണ്ടോ? നമ്മളും ചെറുപ്പത്തിൽ കേട്ടിട്ടില്ല. അതിന് കാരണം എന്താ? ചിലർ വലിയ പ്രായമുള്ളവർ കുറ്റം പറയാറുണ്ട്, ചെറുപ്പക്കാരെ കുറ്റം പറയാം. അവരൊന്നും വന്നിരുന്ന് കേൾക്കില്ല, മൊബൈലിൽ നോക്കിയിരിക്കുക എന്നൊക്കെ പറയും. നമുക്ക് വേണ്ട മൊബൈലിൽ ഇരുന്നിട്ട് നോക്കിയിരുന്നത് എന്താ? ഭാഗവതം കേൾക്കാൻ പോയോ? ഇല്ല. അന്ന് പലതും കിട്ടിയാൽ സുഖമാവുന്നുള്ള മട്ടിൽ അതിൻ്റെ പിന്നാലെ ഓടി. ഇപ്പോൾ ഒരു 60 വയസ്സ് കഴിഞ്ഞപ്പോൾ എല്ലാം ആയി. കല്യാണം കഴിച്ചിട്ടുണ്ട്, കുട്ടിയുണ്ട്, പേരക്കുട്ടിയുണ്ട്, സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, പക്ഷേ സുഖമില്ല. നനി ഭാഗവതം നോക്കുക, വടിയാവുമായിരിക്കും സുഖം. അത്രയേ ഉള്ളൂ. സുഖമുള്ളപ്പോഴേ ദുഃഖം അറിയണുള്ളൂ, അല്ലെങ്കിൽ ദുഃഖമുള്ളപ്പോഴേ നമ്മൾ സുഖം മനസ്സിലാക്കണുള്ളൂ. പണ്ടൊരാൾ, അദ്ദേഹത്തിന് ചെരുപ്പ്, അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ സൈസ് നോക്കിയാൽ 9, പക്ഷേ 7 വാങ്ങുള്ളൂ. കടയിൽ പോയിട്ട് 7 ഷൂ വാങ്ങുക. അപ്പോൾ കടക്കാരൻ പറഞ്ഞു, ഇത് 9 അങ്ങയുടെ പാകം നോക്കുകയാണെന്ന് വെച്ചാൽ 9 ചെരുപ്പ് വാങ്ങിയാൽ മതി, അത് നല്ലത്. ഇതാകുമ്പോൾ അങ്ങ് കുത്തിത്തിരികെ ഇടേണ്ടി വരും, നല്ല പ്രയാസം ഉണ്ടാവും. അദ്ദേഹം പറഞ്ഞു, അതൊന്നും താൻ നോക്കണ്ട, താൻ കാശ് വന്നാൽ ചെരുപ്പ് വന്നാൽ മതി. അയാൾ പറഞ്ഞു, രണ്ടിനും ഒരേ വിലയാണ്, പിന്നെ ഇപ്പം എന്താ കുഴപ്പം? നല്ലതാണെന്ന് വെച്ചാൽ ഈ 9 ആണെങ്കിൽ സുഖമായിട്ട് ഇടാം, 7 മതി. എന്നിട്ട് അയാൾ കുത്തിത്തിരിക്കുക, കാല് ആ ഷൂവിൻ്റെ ഉള്ളിലിട്ട് നടക്കും. അത് ചീത്തയായി. വേറൊരു ചെരുപ്പ് വാങ്ങാൻ വന്നപ്പോഴും ഇയാൾ 7 തന്നെയാണ് വാങ്ങുന്നത്. അപ്പോഴും ആ കടക്കാരൻ പറഞ്ഞു നോക്കി, 9 വാങ്ങിക്കോളൂ. ഞാൻ പറഞ്ഞു വേണ്ട, 7 മതി. അവസാനം കടക്കാരൻ ചോദിച്ചു, അതിന് കാരണം കൂടി ഒന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. അങ്ങനെ ഈ അങ്ങയുടെ കാലിൻ്റെ സൈസ് 9 ആയിട്ടും 7 ചെരുപ്പ് വാങ്ങുന്നത്. അപ്പോൾ അദ്ദേഹം കാര്യം പറഞ്ഞു. എന്താ കാര്യം ചോദിച്ചാൽ, രാവിലെ ഒരു 8 മണിയായാൽ ഈ ചെരുപ്പം കണ്ടിടും, വലിയ പ്രയാസമാണ്, കുത്തിത്തിരിക്കി കിട്ടുകയാണ് കാലതിൻ്റെ ഉള്ളിൽ. പിന്നെ വൈകുന്നേരം ഒരു 6 മണി വരെ ഓഫീസിൽ അതുകൊണ്ട് നടക്കുകയാണ്, നല്ല പ്രയാസമാണ്. ഒക്കെയാണ് ശരിയാണ്. പക്ഷേ വീട്ടിലെത്തി ഒരു 7 മണിയാകുമ്പോൾ ഈ ചെരുപ്പം കണ്ട് അഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ. ജീവിതത്തിൽ ആകെ ഒരു സുഖം അത് മാത്രമേ ഉള്ളൂ. അത് അഴിക്കുമ്പോൾ ഒരു സുഖം അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? 7 ഇടണം, എന്നാലേ അറിയും. അത് 9ൻ്റെ 8 പോയാൽ അറിയില്ല. പാളയത്തുനിന്ന് കയറി ഇരുന്നു സീറ്റ് കിട്ടി ആദ്യം തന്നെ സുഖമുണ്ടോ?
പിന്നെ ഒരു സുഖമില്ല. നേരെ മറിച്ച് ഇങ്ങനെ ഇരുന്ന് അങ്ങനെ പുതിയ സ്റ്റാൻഡ് കഴിഞ്ഞപ്പോൾ ഒരു സീറ്റ് കിട്ടി. ആവും മറ്റാൾ ആദ്യം ഇരിക്കുന്നുണ്ട്, അയാൾക്ക് അത്ഭുതമായിട്ട് തോന്നുന്നില്ല, കാരണം അയാൾ ആദ്യം ഇരുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് ഇപ്പം സുഖമുണ്ട്, പക്ഷെ അത് അറിയണമെങ്കിൽ ഒരു കേസിൽ പെട്ട് കേസ് ജയിക്കണം. അപ്പോഴേ എന്തറിയുള്ളൂ, അതിലൊരു രോഗം വന്നത് മാറണം. അപ്പോഴാണ് ഇപ്പോഴുള്ള സുഖം തിരിച്ചറിയുള്ളൂ. അതല്ലെങ്കിൽ ഇതിലും വലിയൊരു ദുഃഖം നമ്മൾ നോക്കിക്കാണണം. ദുഃഖാന്യാലോക്യ ജന്തുഷു അലമുദിത വിവേക. വലിപ്പത്തൂർ പറയും, ഇനി തനിക്ക് ദുഃഖം ഉണ്ടായില്ലെങ്കിലും വിഷമിക്കണ്ട. എന്താണ്? അല്ല, അവനവനെ ദുഃഖം വരണമെന്നില്ല, ദുഃഖിക്കുന്നവരെ കണ്ടുപിടിച്ചൂടെ? പരീക്ഷത്തിൻ്റെ കഥ പറഞ്ഞത് എന്തിനാ വെച്ചാൽ പരീക്ഷത്തിനെ കണ്ടുപിടിക്കും. നമുക്കൊരു ശാപം കിട്ടിച്ചാലോ 7-ാം ദിവസം മരിക്കും. നമ്മളെന്തായിരിക്കും ചെയ്യുക? 7-ാം ദിവസം മരിക്കും. നമ്മളെന്താ ചെയ്യുക? എന്തൊക്കെ കഴിക്കാൻ ബാക്കിയുണ്ടെന്ന് ആലോചിക്കും, എന്തൊക്കെ കാണാനുള്ള സ്ഥലങ്ങൾ ബാക്കിയുണ്ടെന്ന് ആലോചിക്കും. അല്ലാതെ സപ്താഹം കേൾക്കാനൊന്നും അങ്ങനെ നിങ്ങളെ കാര്യത്തിൽ എൻ്റെ കാര്യം പറയുകയാണ്, അതിന് കുഴപ്പമില്ല. അതാലോചിക്കും, എന്തൊക്കെ കഴിക്കാൻ ബാക്കി, എന്തൊക്കെ കുടിക്കാൻ ബാക്കി. അല്ല, കുറച്ച് ഗൗരവത്തിൽ സമീപിക്കുന്ന ഒരു വ്യക്തിക്ക് പിന്നെ ഒന്നിനോടും താല്പര്യം ഉണ്ടാവില്ല. നാളെ ഞാൻ പോവുകയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇനി എന്ത് ചെയ്യണം? ഇവിടെ നമ്മളുടെ കഥ തന്നെയാണ്. പരീക്ഷത്ത് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്. 7-ാം ദിവസം നമ്മളും മരിക്കും. കാരണം ആഴ്ചയിൽ 7 ദിവസമേ ഉള്ളൂ. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി തന്നെയുള്ളൂ. അതിപ്പോൾ പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും ഒക്കെ 7 ദിവസം തന്നെയുള്ളൂ. മണിക്കൂർ കുറച്ച് അധികം കിട്ടുമൊന്നുമില്ല പ്രായമുള്ളവർക്ക്, അല്ലെങ്കിൽ പൈസ ഉള്ളവർക്ക്. തക്ഷകൻ എന്ന് പറഞ്ഞാൽ കാലം, അതിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും സാധിക്കില്ല. കാലവ്യാണ മുഖഗ്രാസത്രാസ നിർണാശഹേതവേ, ഇങ്ങനെയാണ് മാഹാത്മ്യം ആരംഭിക്കുന്നത് തന്നെ. കാലമാകുന്ന സർപ്പത്തിൻ്റെ പിടിയിൽപ്പെട്ടവരാണ് നമ്മൾ. ദിവസങ്ങൾ കഴിയും തോറും ഇങ്ങനെ ആ പാമ്പിൻ്റെ വായയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മരിക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ മരിക്കാത്തവനാണെന്നുള്ള സത്യം അറിയണം. അതിനെയാണ് മുക്തി എന്ന് പറയുക. നമ്മളത് അങ്ങനെ അറിയില്ല. നമ്മൾ സുഖം എന്ന് പറയും. ശരിക്കുള്ള ഭാഷ ആനന്ദം, ശാന്തി, മുക്തി. മുക്തിക്ക് അല്ലെങ്കിൽ ശാന്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ് നമ്മളും. ഉപനിഷത്ത് മന്ത്രമൊക്കെ കഴിയുമ്പോൾ അങ്ങനെയാണ് പറയുക. ഓം എന്താ പറയുക? ഓം സുഖം എന്നാണോ? അല്ലല്ല, ഓം ശാന്തി ശാന്തി ശാന്തി. എന്ത് മതി? ശാന്തി മതി, സമാധാനം മതി. സുഖം എന്ന് പറഞ്ഞാൽ ഭൗതികമായ വസ്തുക്കളുടെ സാന്നിധ്യത്തിൽ ഉണ്ടാവുന്നതാണ്. ഫാൻ്റെ ചോട്ട് പോയിരിക്കുമ്പോൾ ഒരു സുഖമുണ്ട് ഇല്ലേ? പക്ഷെ സുഖം ഉണ്ടെങ്കിൽ ദുഃഖം ഉണ്ടാവും. എപ്പം കറണ്ട് പോയാൽ അതാ. ആ ഫാൻ്റെ അടുത്തിരിക്കുന്നവർക്ക് കുറച്ചധികം ദുഃഖം ഉണ്ടാവും. വിട്ടിരിക്കുന്നവർക്ക് പിന്നെ ആദ്യം ഇല്ലല്ലോ കാറ്റ്, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതാണ് സുഖവും ദുഃഖവും ഒന്നിൻ്റെ അപേക്ഷയിൽ. അതവിടെ ഉണ്ടെങ്കിൽ സുഖമുണ്ട്, അതില്ലാണ്ടാകുമ്പോൾ ദുഃഖമായി. TV വാങ്ങിയാൽ സുഖമുണ്ട്, കറണ്ട് പോയാൽ ദുഃഖമായി. നേരെ മറിച്ച് സുഖവും ദുഃഖവും ഇല്ല, ആനന്ദം മാത്രം. അതിനെപ്പറ്റിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അതാണ് ശാന്തി. ഇത് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല. ഉറങ്ങാൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? നമുക്കിതുവരെ മടുക്കാത്തൊരു പരിപാടി എന്താ? ഊണൊഴിക്കലും ഉറങ്ങലും. ഉറക്കം മതിയായില്ലേ? ബോറടിക്കുന്നുണ്ടോ? ഉറങ്ങിയിട്ട് പ്രഭാഷണം കേട്ട് ബോറടിക്കും, പക്ഷെ ഉറങ്ങി ബോറടിക്കലില്ല. ഏറ്റവും ഇഷ്ടമില്ലാത്ത ഏർപ്പാടും ഉറക്കത്തിന് വിളിക്കുന്നതാണ്. ഒരു 10 മിനിറ്റും കൂടി അങ്ങോട്ട് ഉറങ്ങി, അപ്പോഴേക്കും വന്ന് വിളിച്ചു. എന്താ അത്ര കണ്ട് സുഖം എന്ന് ചോദിച്ചാൽ അത് ഒന്നും അറിയണില്ല. ഈ ലോകത്തുള്ള പ്രശ്നങ്ങളൊന്നും അറിയാതെ തന്നിൽ തന്നെ ഇരിക്കുകയാണ്, ആത്മാരാമന്മാരായിട്ടിരിക്കുകയാണ്, ഭഗവാനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അല്ല, ഭഗവാൻ നമ്മളെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അതാണ് ഉറങ്ങാൻ നമ്മൾ കൊതിക്കുന്നത്. ഇത്ര കണ്ട് ആനന്ദം ഉണ്ടാവാൻ കാരണം ഒന്നും അവിടെ കാണുന്നില്ല, കേൾക്കുന്നില്ല, രുചിക്കുന്നില്ല, പക്ഷേ ആനന്ദമുണ്ട്, ശാന്തിയുണ്ട്. ഈ ശാന്തിയെ അറിയാൻ ശ്രമിക്കണം. അതാണ് ഈ ഏകാശസ്കന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്. മുക്തി എന്നാണ് വിഷയം. മുക്തി എന്ന് പറഞ്ഞാൽ എന്താണുള്ളത് ഭാഗവത്തിൽ ആദ്യം പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളൊക്കെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. മോക്ഷം, മുക്തി എന്നൊക്കെ അങ്ങോട്ട് കേൾക്കുമ്പോൾ പണ്ട് മുതലേ പല കഥകളും കേട്ട് നമ്മൾ ധരിച്ചു വെച്ചത് മരിച്ചു കഴിഞ്ഞ് കിട്ടണം എന്തോ ഒരു സംഗതിയാണ് മുക്തി എന്നൊരു ധാരണ പൊതുവേ ഉണ്ടാവും. എന്നാൽ അങ്ങനെയല്ല. മരിച്ചു കഴിഞ്ഞ് കിട്ടുന്ന സർട്ടിഫിക്കറ്റിനെ പറ്റിയല്ല ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇവിടെ ഇരിക്കെ സമാധാനമായിട്ടിരിക്കുക. എന്താണ്? ഇവിടെ ഇരിക്കുമ്പം ഒന്നും തന്നെ ബാധിക്കുന്നില്ല, അങ്ങനെ ഇരിക്കാൻ സാധിക്കുക. അതാണ് ഇവിടെ മുക്തി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുക്തി ഹിത്വാ അന്യഥാരൂപം സ്വരൂപേണ വ്യവസ്ഥിതി. ഭാഗവത്തിൽ ആദ്യം പറഞ്ഞിട്ടുണ്ട്. മുക്തി എന്ന് പറഞ്ഞാൽ അന്യഥാരൂപം ഹിത്വാ സ്വരൂപേണ വ്യവസ്ഥിതി മുക്തി. ഞാനല്ലാത്ത പലതിനെയും ഞാൻ ധരിച്ചു വെച്ചിട്ടുണ്ട്, അതൊക്കെ ഒഴിവാക്കി ശരിക്കും ഞാൻ ആര് എന്നറിഞ്ഞ് അതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ ചോദിച്ചാൽ, ഞാനല്ലാത്ത പലതിനും ഞാൻ ധരിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ ശരീരം ശരീരം മാത്രമാണോ? അല്ല, അതിന് മുകളിലോട്ട വേഷ്ടി ആരെ തന്നതാണ്, എന്നാലും
ഞാൻ പോരാ, ഞാനിരിക്കുന്ന സീറ്റ് ഇതെൻ്റെ സ്ഥലമൊന്നുമല്ല, എന്നാലും എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും ഉണ്ടാവും. ചിലരൊക്കെ വന്ന് പുസ്തകം വെച്ച് പോകും ചായ കുടിക്കാൻ. അത് കഴിഞ്ഞ് വന്ന് ആരെങ്കിലും പുസ്തകം മാറ്റി വെച്ചാൽ ഇതെൻ്റെ കസേരയല്ലേ? അല്ലല്ല, അത് വാടകയ്ക്ക് എടുത്തതാണ്, നമ്മുടെ കസേരയൊന്നുമല്ല. കസേരയിൽ, വീട്ടിൽ, ഉടുത്ത മുണ്ടിൽ, വേഷ്ടിയിൽ, ജോലിയിൽ, ഇതിലൊക്കെ എൻ്റെ ഭാര്യയിൽ, മക്കളിൽ ഒക്കെ എന്ത് ചെയ്യണം? എൻ്റെ എന്ന് ആരോപിച്ച് പിന്നെ ക്ലേശിക്കുക, ദുഃഖിക്കുക. നമ്മളെന്നെ ഉണ്ടാക്കിയതാണത്, നമ്മളുണ്ടാക്കിയതാണ് എൻ്റെ എന്നുള്ളത്. ആദ്യം ഉണ്ടാവുന്നതൊന്നുമല്ല. കല്യാണം കഴിച്ചതിന് ശേഷമാണ് എൻ്റെ ഭാര്യ. പിന്നെ ഭാര്യയ്ക്ക് തലവേദന വന്നാൽ എന്തായി? അത് പ്രയാസമായി. കല്യാണം കഴിക്കുന്നതിൻ്റെ മുന്നേ ആണെങ്കിലോ എന്ത് പ്രയാസം. ഡൈവേഴ്സിന് ശേഷമാണെങ്കിലോ സന്തോഷമുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പം അതിൽ വിഷയം തലവേദനയല്ല. എൻ്റെ മുക്തി എന്ന് പറഞ്ഞാൽ എൻ്റെ എന്നുള്ള ഭാവമില്ല. അതാണ് അഹന്തയിൽ നിന്ന്, മമതയിൽ നിന്ന്, കാമത്തിൽ നിന്ന്, ക്രോധത്തിൽ നിന്ന്, ഭയത്തിൽ നിന്നുള്ള മുക്തിയെയാണ് ഇവിടെ മുക്തി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനം. അദ്ദേഹത്തിന് പിന്നെ ആനന്ദം മാത്രമേ ഉള്ളൂ. ഇത് ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല. ഇതാണ് ഭാഗവതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഏത് ശാസ്ത്രമാണെങ്കിലും ഇത് പറയാനാണ് ഒക്കെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ 10 സ്കന്ധങ്ങൾ എന്തിനാ ചോദിച്ചാൽ ഇനി ഏകാദശം കേൾക്കാനുള്ള പക്വത നേടാനാണ്. ഇനി പറയുന്ന കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഹൃദയശുദ്ധി വേണം. അതിനു വേണ്ടിയിട്ടാണ് ഈ കൃഷ്ണകഥകളൊക്കെ അത്ര വിസ്തരിച്ചത്. ഇനിയാണ് പ്രധാനം മോക്ഷം. അതാണ് പരമപുരുഷാർത്ഥം. ഒരു ഭക്തൻ പറയുന്നുണ്ട്, ഏതുപോലെ ചോദിച്ചാൽ സദ്യക്ക് ഏറ്റവും പ്രധാനം എന്താ? സദ്യക്ക് ഏറ്റവും പ്രധാനം എന്താ? സദ്യക്ക് വറുത്തപ്പേരി, പുളിയിഞ്ചി, അവിയൽ, ഓലൻ, എരിശ്ശേരി, പാലട, മോര്, പായസം, ഇതൊക്കെ ഉണ്ട്. ചോറില്ല. ഒക്കെ ഉണ്ട്. ഇലയൊക്കെ വെച്ചിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. പപ്പടവും വിളമ്പിയും ഒക്കെ ഉണ്ട്. ചോറില്ല. ഇഷ്ടാവുമോ? ഏറ്റവും പ്രധാനം ചോറ് തന്നെയാണ്. ആ ചോറ് വിളമ്പാൻ പോവുക. ഇപ്പം ഭാഗവത്തിൽ ഇതുവരെയും വിളമ്പിയത് എന്താ? പുളിയിഞ്ചി വിളമ്പി പ്രഥമസ്കന്ധം, ഇഞ്ചിത്തൈര്, ഇതൊക്കെ അങ്ങനെ വിളമ്പ് ദ്വിതീയസ്കന്ധം, തൃതീയസ്കന്ധം, ഓലൻ, എരിശ്ശേരിയൊക്കെ വിളമ്പി അവസാനം ആ ഉദ്ധവനും കൃഷ്ണനും കൂടി നേദ്യച്ചോറ് അങ്ങനെ കൊണ്ടുവരികയാണ്. പിടിച്ച് നിരക്കി കൊണ്ടുവരുമ്പം പലരും ഈ സമയമാകുമ്പോൾ എണീറ്റ് അങ്ങോട്ട് പോകും. പുളിയിഞ്ചിയൊക്കെ കഴിക്കും, ഓലനൊക്കെ കഴിച്ച് ചോറ് നേദ്യച്ചോറ് വരുമ്പം എണീറ്റ് അങ്ങോട്ട് പോകും. പക്ഷെ ഇവിടെ അതില്ല കേട്ടോ. ഇവിടെ ഇരിക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് ശേഷം ആളിരിക്കുന്നുണ്ട്, അത് കേൾക്കണം എന്നുള്ള വിചാരത്തിൽ. അതാണ് മുഖ്യം. പക്ഷേ ചോറ് മാത്രം കിട്ടിയാൽ കഴിക്കാൻ എല്ലാവർക്കും പറ്റില്ല. പറ്റുന്നവരുണ്ട് കേട്ടോ. അഭ്യാസം കൊണ്ടൊക്കെ ശാന്തിക്കാരൊക്കെ കഴിക്കാറുണ്ട്. നേദ്യച്ചോറ് മാത്രം, ഒന്നുമില്ല, ഉപ്പും കൂടി ഇല്ലാണ്ട് കഴിക്കുന്നവരൊക്കെ ഉണ്ട്. വയറ് നിറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാൻ പറ്റും. ഏകാദശം മാത്രം കേട്ടാൽ മതി, വേറൊന്നും കേൾക്കേണ്ട കാര്യമില്ല. പക്ഷെ അതങ്ങനെ എല്ലാവർക്കും പറ്റിക്കോളുന്നില്ല. അതുകൊണ്ട് ലേശം ആ ചോറിൽ പുളിയിഞ്ചി കൂട്ടി ലേശം കഴിക്കുന്നു. പ്രഥമസ്കന്ധം, ദ്വിതീയസ്കന്ധം, തൃതീയസ്കന്ധം, കൃഷ്ണകഥകൾ, മറ്റുപദേശങ്ങൾ മെല്ലെ പടിയായിട്ട് ഉയർത്തി. ഇനി ഭാഗവതത്തിൽ ഏകാദശം കേൾക്കുമ്പോൾ കുഴപ്പമില്ല. ആദ്യത്തെ ദിവസം തന്നെ അങ്ങോട്ട് കേട്ടാലോ? ആദ്യം തന്നെ ഏകാദശം മോശമൊന്നുമില്ല. പക്ഷെ എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളുന്നില്ല. ഇപ്പം ക്രമത്തിൽ കേട്ടൊരു സാധകനെ സംബന്ധിച്ച്, ഒരു ഭാഗവത ഉപാസകനെ സംബന്ധിച്ച് മെല്ലെ ഉയർന്നു വന്നു. ഓരോ ദിവസം കഴിയുമ്പോഴേ ഉയർന്നു വരിക പറഞ്ഞാൽ ഉള്ളിൽ അങ്ങനെ മാറ്റം സംഭവിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ഏകാദശം കേൾക്കുമ്പോൾ ബോധ്യമാവും. അപ്പോൾ ഏകാദശത്തിൻ്റെ വിഷയം എന്താണ്? മുക്തി. മുക്തി എന്ന് പറഞ്ഞാൽ ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനം. ഇനി ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുക്തരല്ലേ? അതെ. നമ്മളെവിടെയും കെട്ടിയിട്ടിട്ടില്ല. എന്താണ്? ഉണ്ടോ? കെട്ടിയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ കെട്ടിയിട്ടു എന്നുള്ളൊരു വിചാരം ഇപ്പം ഉണ്ട്. ആ സ്ഥിതിക്ക് എന്ത് പോകണം? കെട്ടിയിട്ടു എന്നുള്ള വിചാരം ഇല്ലാണ്ടാക്കണം. അതാ ചെയ്യണത്. അല്ലാതെ മോക്ഷം എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല. നമ്മളിപ്പം തന്നെ മുക്തരാണെന്ന് ബോധിപ്പിക്കുകയാണ് ചെയ്യണത്. ഏതുപോലെ ചോദിച്ചാൽ അത് ശ്രുതിഗീതയിൽ വർണ്ണിക്കുന്നുണ്ട്. അസ്മൃത കണ്ഠമണി, കഴുത്തിലുള്ള നെക്ലേസ് കഴുത്തിലുണ്ടെന്നുള്ള കാര്യം മറന്നു പോണത് പോലെ നമ്മൾ മറന്നിരിക്കുക. നമ്മളിപ്പോൾ സന്തോഷമായിട്ടിരിക്കേണ്ടവരാണ്, പക്ഷേ നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നവരാണെന്നുള്ള കാര്യം മറന്നുപോയി. എങ്ങനെ ഉണ്ടാവും? 100 കോടി റുപ്യ ബാങ്കിലുണ്ട് എൻ്റെ പേരിൽ, പക്ഷെ ഞാൻ മറന്നുപോയി ആ കാര്യം. എങ്ങനെ ഉണ്ടാവും? ഇതെങ്ങനെ ഇരിക്കുകയാണ്? ഒന്നുമില്ല. 10 റുപ്യ തരുമോ ചായ കുടിക്കാൻ ചോദിക്കുകയാണ്. ആരും 100 കോടി റുപ്യ ഇയാളുടെ പേരിലുണ്ട്, പക്ഷെ മറന്നുപോയി കരുതിയിട്ട് അയാളത് ഇല്ലാണ്ടാവണില്ല, പക്ഷെ മറന്നുപോയി. അസ്മൃത കണ്ഠമണി. നെക്ലേസ് ചിലപ്പോൾ മറന്നു പോകാറില്ലേ? കഴുത്തിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ കാണൂല. അതാണ് നെക്ലേസിൻ്റെ കുഴപ്പം. ഇടയ്ക്ക് തിരക്കുള്ള ബസ്സിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഈ അമ്മമാരൊക്കെ ഇടയ്ക്ക് തപ്പണത് കാണാം. ഗുരുവായൂരൊക്കെ ക്യൂ നിൽക്കുമ്പോൾ ഇടയ്ക്ക് ഉണ്ട് കേട്ടോ. ഒരു നിമിഷം അവരെ വെപ്രാളം കാണണം.
പോയി എന്നുള്ളൊരു വിചാരം ഉണ്ടായി, തൊട്ടു അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും ആശ്വാസമായി. ഇത്രയേ ഉള്ളൂ. പോയി എന്ന് വിചാരിച്ചിരിക്കുന്നു, നാളെ നീ ഏകാദശം പൂർണ്ണമാകുമ്പോൾ നമുക്ക് മനസ്സിലായിരുന്നത് എവിടെയും പോയില്ല, സന്തോഷം എവിടെയും പോയില്ല. നമ്മൾ വിചാരിച്ചു അടുത്ത ബന്ധുക്കൾ പോയപ്പോൾ സന്തോഷം പോയി, ആരോഗ്യം പോയപ്പോൾ സന്തോഷം പോയി എന്ന് വിചാരിച്ച് എവിടെയും പോയില്ല. നമ്മളൊക്കെ ആനന്ദ സ്വരൂപികളാണെന്നുള്ള തിരിച്ചറിവുണ്ടാക്കി തരിക. അതല്ലാണ്ട് ഗുരുനാഥനൊന്നും കൊണ്ടുതരാൻ സാധിക്കില്ല. കൊണ്ടു തന്നതൊക്കെ ഇല്ലേണ്ടിയും. ജ്ഞാനം ആർജിച്ചാൽ അത് നഷ്ടപ്പെടും. എന്താ പിന്നെ ചെയ്യണത്? അജ്ഞാനം ഇല്ലേണ്ടിയാക്കുക, അത്രയേ ഉള്ളൂ. ക്ലാവ് പിടിച്ച് കിടക്കണുണ്ട്, അത് തേച്ച് വൃത്തിയാക്കിയ തിളക്കം, അതിനുള്ള ശക്തി അതിലുണ്ട്, നല്ല തിളക്കമുള്ള തന്നെയാണ്. പക്ഷേ ആ ക്ലാവ് പിടിച്ചു പോയി. ഇപ്പോൾ 7 ദിവസമായിട്ട് നമ്മൾ ഇരുന്ന് തേക്കിയിരുന്നു. നാളെ നീ കുറച്ചും കൂടി ഇങ്ങോട്ട് തേച്ചാൽ തിളങ്ങും. പിന്നെ എടുത്ത് വെട്ടുമ്പുറത്ത് വെച്ചാൽ പിന്നെയും ക്ലാവ് പിടിക്കും. അതുകൊണ്ട് ലേശമായിട്ട് അങ്ങനെ എന്നും തേച്ചാൽ, ഒരധ്യായമെങ്കിലും ഒരു ശ്ലോകമെങ്കിലും വെച്ച് തേച്ചാൽ ആ മനസ്സാകുന്ന ഉരുളി അല്ലെങ്കിൽ കിണ്ടി എന്താ വെച്ചാൽ അത് വല്ലാണ്ട് അഴുക്കില്ലാണ്ട കഴിയും. അല്ലെങ്കിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പം അതിനെ എങ്ങനെ മറികടക്കണം എന്നറിയാതെ ക്ലേശിക്കും. അതെല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ട് മാറും. ഇന്ന് ലോകത്തിൻ്റെ വലിയ പ്രശ്നം അതാണ്. ആകെ പ്രയാസം, തൻ്റെ പ്രയാസം വേറെ, ഭാര്യയുടെ പ്രയാസം, മക്കളുടെ പ്രയാസം. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ, ശാന്തമായിട്ടിരിക്കണമെങ്കിൽ ഇതല്ലാണ്ട് വേറെ വഴിയില്ല. ചിലർ ചോദിക്കാറുണ്ട്, എന്തിനപ്പോൾ ഇതൊക്കെ കേൾക്കണോ? ഭാഗവതത്തിൽ ഇപ്പോൾ ഏകാദശം കേൾക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ തത്വങ്ങളൊക്കെ അറിയേണ്ട കാര്യമുണ്ടോ ചോദിക്കുന്നവരുണ്ട്. ദുഃഖമൊന്നും ഉണ്ടാവില്ലെങ്കിൽ ഇതൊന്നും കേൾക്കേണ്ട കാര്യമില്ല. ഇപ്പം ദുഃഖമില്ല, നാളെ വരുമ്പോൾ നമുക്ക് നോക്കണ്ടേ? നാളെ വരുമ്പോൾ ശ്രദ്ധിക്കണ്ടേ? നീന്തൽ പഠിച്ച് നിൽക്കുന്നത് നല്ലതല്ലേ? അല്ലേ? ഒരു വെള്ളപ്പൊക്കം വന്നാൽ ആദ്യം കിണർ കുഴിച്ച് വെക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ തലയ്ക്ക് തീ പിടിക്കുമ്പോൾ കിണർ അന്വേഷിച്ചാൽ ബുദ്ധിമുട്ടാവും. ആദ്യം നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ എളുപ്പമല്ലേ? അത്രേ ചോദ്യമുള്ളൂ. ഇത് അറിയുന്ന ഒരു വ്യക്തിക്ക് വലിയ പ്രയാസം ഉണ്ടാവില്ല. അറിയാത്ത വ്യക്തി പരിഭ്രമിക്കുമ്പം അറിയുന്ന വ്യക്തി പരിഭ്രമിക്കില്ല. ആദ്യം മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് എളുപ്പമല്ലേ? ഇപ്പോൾ ഒരു കതീനെ കൊളുത്തി അത് പൊട്ടുന്ന ആദ്യം അറിയുന്നവന് വലിയ വിഷമം ഉണ്ടാവില്ല, ഉണ്ടോ? അയാളിങ്ങനെ കൊണ്ടുപോയി ആ തിരി കൊളുത്തുന്നത് നമ്മൾ കണ്ടു, നമ്മൾ ഒരുങ്ങും, നമ്മൾ നല്ല ചെവിയൊക്കെ പൊത്തി വെച്ച് അത് പൊട്ടിയാലൊന്നും പ്രശ്നമില്ല. നേരെ കുറച്ച് അറിയാത്ത ആൾക്കോ അയാൾ വർത്തമാനം പറഞ്ഞിരിക്കുക, പരദൂഷണം പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയാളത് കൊളുത്തി അങ്ങനെ അവസാനം അയ്യോ, ആ ഞെട്ടൽ ആർക്കുണ്ടാവില്ല? ആദ്യം കണ്ട ആൾക്ക് വല്ല അയാൾ ഒരുങ്ങി. രണ്ടായാലും പൊട്ടേണ്ടത് പൊട്ടും. അറിവുള്ളവൻ്റെയും അറിവില്ലാത്തവൻ്റെയും ബന്ധുക്കൾക്ക് നാശം ഉണ്ടാവും, ശരീരം നശിക്കുകയൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അറിയുന്നവൻ അതെന്ത് ചെയ്യില്ല. ധീരഹ തത്ര നമുഹ്യതി. ധീരൻ അതിൽ മോഹിക്കില്ല. ധീരനല്ലാത്തവൻ മോഹിക്കുന്നു. രോഗം വരുമ്പോൾ അത് പ്രശ്നമായിട്ടും പ്രയാസമായിട്ടും അറിവില്ലാത്തവർക്ക് മാറുന്നു. അറിവുള്ളവനോ അതതിൻ്റെ സ്വഭാവമാണ്. മുടി നരച്ചു, അതിൻ്റെ സ്വഭാവമാണ്, ഉൾക്കൊണ്ടു. പല്ലുപോയി, അങ്ങനെ പോവും. ബാല്യം പോയി, കൗമാരം പോയി, യൗവനം പോയി, ഇനി കുറച്ച് ഞാൻ വാർദ്ധക്യം അങ്ങോട്ട് പോകുമ്പോൾ അതിന് മരണം എന്ന് പറഞ്ഞോട്ടെ, അതിലിപ്പോൾ എന്താ? പക്ഷെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് വിചാരിക്കാൻ പറ്റും. അതിനാണല്ലോ ഇതൊക്കെ. നിരന്തരമായ അഭ്യാസം കൊണ്ട് സാധിക്കാത്ത വിഷയമല്ല. പക്ഷെ ആ വഴിക്ക് സഞ്ചരിക്കണം. അതാണ് ഇവിടെ വിഷയം. അതാണ് മോക്ഷം. നമ്മളൊക്കെ മുക്തരാണ്. പക്ഷെ ആ കാര്യം നമ്മൾ മറന്നുപോയി. കണ്ണട വെച്ചിട്ട് കണ്ണട തപ്പ് പറയും. കണ്ണട ഉള്ളവർക്കൊക്കെ ഈ സൂക്കടുണ്ട്. നമ്മൾ കണ്ണടയുള്ളവരെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ജീവിതത്തിൽ എന്ത് തപ്പാറുണ്ട്? കണ്ണട വെച്ചും കൊണ്ട് കണ്ണട തപ്പും. അളമാര് തുറന്നു നോക്കും, കാണില്ല. മേശ നോക്കി, കാണുന്നില്ല. ആ വഴിക്ക് ഓടി നടക്കണ കുട്ടികളെ 2 അടി അടിച്ചു, നീ എടുത്തിട്ടുള്ളത് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞാൽ ഒരാവശ്യമില്ല. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. താൻ അനുഭവിക്കുന്ന ദുഃഖത്തിന് മറ്റുള്ളവരാണ് കാരണം എന്ന് പറഞ്ഞ് അവരെ ദ്രോഹിക്കുകയാണ്. അവസാനം പെരയ്ക്ക് ചുറ്റും വണ്ടി നടക്കുകയാണ്. കണ്ണട എവിടെ വെച്ചു? ഇനിയിപ്പോൾ പരദൂഷണം പറയാൻ അപ്പുറത്തെ വീട്ടിൽ പോയപ്പോൾ മതിലിൻ്റെ മുകളിൽ വെച്ചോ എന്ന് നോക്കാനായിട്ട് പോയ സമയത്താണ് അപ്പുറത്തെ വീട്ടിലുള്ള ആൾ ചോദിച്ചു, എന്താ അന്വേഷിക്കണു? എൻ്റെ കണ്ണട കാണാനില്ല, മൂക്കത്തെന്താ? അപ്പോഴാണ് ശരിയാ, അപ്പോഴാണ് വിഡ്ഢിത്തം മനസ്സിലാക്കുന്നത്. ഈ കണ്ണട വെച്ചിട്ടാണ് എന്ത് തപ്പണത്? കണ്ണട തപ്പണത്. എന്തിലൂടെയാണ് കണ്ണട തപ്പണത്? ആ കണ്ണടയിലൂടെ തന്നെയാണ് കണ്ണട അന്വേഷിക്കുന്നത്. ഈശ്വരനിലൂടെയാണ് നമ്മൾ എന്താ അന്വേഷിക്കുന്നത്? ഈശ്വരനെ അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അന്വേഷിക്കാനുള്ള ബുദ്ധി എവിടുന്ന? ഭഗവാൻ എന്നാണ്. നമ്മളിങ്ങനെ അന്വേഷിക്കുക. ആരെയും അന്വേഷിക്കുന്നത്? ഈശ്വരനെ. കണ്ണടയിലൂടെ കണ്ണട അന്വേഷിക്കുന്നത് പോലെ. പക്ഷെ ആ അമ്മ തിരിച്ചു വന്നു, ബോധ്യായി എന്ത്? കണ്ണട ഇവിടെ തന്നെ ഉണ്ടെന്ന്. അപ്പോൾ ഒരു ആശ്വാസം. ആ പറഞ്ഞു തന്ന അയൽവാസിയെ നമുക്കെന്ത് വിളിക്കാം? തസ്മൈ ശ്രീ ഗുരവേ നമ. അതാണ് ഗുരുനാഥൻ. കണ്ണട അവിടെ ഉണ്ട് കേട്ടോ. തതുത്വമസി. നീ അന്വേഷിക്കുന്നത് പുറമെയല്ല, നിന്നിൽ തന്നെ ഉണ്ട്. നീ ദരിദ്രനല്ല, നീ സമ്പന്നനാണ്, നീ ദുഃഖിക്കേണ്ടവനല്ല, നീ ആനന്ദ സ്വരൂപിയാണെന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്യണത്. അയാൾ കണ്ണട കൊണ്ടു തരണില്ല.
ആ അമ്മ ഉടനെ തന്നെ മകളെ വിളിച്ചിട്ട് പറയാ, മോളെ അമ്മയുടെ കാണാതെ പോയ കണ്ണട കിട്ടി. എന്താ പറഞ്ഞത്? അതിന് പോയോ കണ്ണട പോയിണ്ടായിരുന്നോ? ഇല്ല. പിന്നെ എന്തിനാ മകളെ വിളിച്ചിട്ട് കിട്ടിയെന്ന് പറഞ്ഞത്? അത് കുറച്ച് മുമ്പ് മകളോട് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഈ ഭാഷ പ്രയോഗിക്കാതെ നിവൃത്തില്ല. ഇതുപോലെ ഭാഷ അങ്ങനെ പലതും പറയണമെന്നല്ലാതെ ഒന്നും പോയിട്ടുമില്ല, ഒന്നും കിട്ടാനുമില്ല. നമ്മളിപ്പോൾ തന്നെ എന്താണ്? ആനന്ദ സ്വരൂപികളാണ്. അതറിയണമെങ്കിൽ ഒന്ന് കണ്ണടച്ച് ചിരിച്ചാൽ മതി, എത്രയോ വേണ്ടു. നമ്മളിപ്പോൾ നമ്മളുടെ അവസ്ഥ എന്താ ഒന്ന് ചിന്തിക്കൂ. നമ്മളുടെ ഇപ്പോൾ അവസ്ഥ എന്താ? സുഖമായിട്ടിരിക്കുകയാണോ ദുഃഖമായിട്ടിരിക്കുകയാണോ? എന്തൊക്കെ ഒന്ന് പറയുമോ? എന്താ അവസ്ഥ? സുഖമാണോ ദുഃഖം? അതന്നെ നമുക്കറിയില്ല. നമ്മുടെ കഥ മനസ്സിലായില്ലേ? നമ്മൾ ഇപ്പം അനുഭവിക്കുന്നത് സുഖമാണോ ദുഃഖമാണോ തന്നെ നമുക്കറിയില്ല. അതാണ് നമ്മുടെ കഥ. ഒന്ന് പുഞ്ചിരിച്ച് ഇപ്പം ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളുടെ വിചാരിച്ചാൽ എന്തായി? അത് സുഖമായി. തിരിച്ചു വിചാരിച്ചു നോക്കൂ. ഒന്നങ്ങനെ നിൽക്കുക എല്ലാവരും. ദുഃഖമാണ് വിചാരിച്ചു നോക്കൂ, ഒന്നെന്തായി? അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഉള്ളിൽ എത്ര വിഷമുണ്ടെങ്കിലും പുറമേക്കൊന്ന് പുഞ്ചിരിച്ച് കുറച്ച് നേരം ഇരുന്നാൽ എന്താവും? സുഖമാവും. ഇനി ഉള്ളിൽ വലിയ സുഖം ഉണ്ടെങ്കിൽ പുറമേക്ക് ദുഃഖം അഭിനയിച്ചു നോക്കൂ, എന്താവും? കുറച്ച് കഴിഞ്ഞ് നമുക്ക് തന്നെ അറിയില്ല എന്താ ഒരു ദുഃഖം, എന്താ ആകെ ഒരു വയ്യായ അങ്ങനെ നിന്നിട്ടാണ്. അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അധികം പറയും, ഈ മാനസികമായിട്ട് വലിയ ബുദ്ധിമുട്ടൊരു ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ വലിയ അറിവുള്ളവർ പറയും ഒന്ന് വയറിളക്കിയാൽ മതി എന്നാണ്. എന്താണ്? ഒന്ന് വയറിളക്കാൻ നേരെയാവും. ഒന്ന് കുഴമ്പ് വെച്ചൊന്ന് കുളിച്ച് അത് രാവിലെ ഒന്ന് വൃത്തിയിൽ നടന്നാൽ മതി. വലിയ ഇപ്പോൾ കുളിയൊക്കെ ആയിട്ട് നടന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മളത് അപ്പം തോന്നില്ല. അപ്പോൾ ഒന്നിനും തോന്നും, പല്ലേക്കാൻ തോന്നില്ല, കുളിക്കാൻ തോന്നില്ല, ഒന്ന് ഭാഗവതം വായിക്കാൻ തോന്നും. ചില അങ്ങനെ പറയും, ഇപ്പം എനിക്ക് ഭാഗവതം വായിക്കാൻ തോന്നുന്നില്ല, ഒക്കെ ഒന്ന് ശരിയാവട്ടെ. അങ്ങനെയല്ല. എന്താണ്? ഭാഗവതം വായിക്കൂ, ഒക്കെ ശരിയാവും. പക്ഷെ ആ വിവേകം ചിലപ്പോൾ ആ സമയത്ത് തോന്നിക്കോളന്നില്ല. ജീവിതത്തിൽ ദുഃഖാവട്ടെ സുഖാവട്ടെ ഇത് വിടില്ല. അതാണ്. പലതും സംഭവിക്കട്ടെ, അല്ല സംഭവിക്കാണ്ടിരിക്കട്ടെ, അതല്ല. ഇനി അഥവാ സംഭവിച്ചാലും ഞാനിത് തൽക്കാലം ഉപേക്ഷിക്കുന്നില്ല. ആ വഴിക്ക് സഞ്ചരിച്ചാൽ മതി. നമ്മളെ സുഖമായിട്ട് ഇരുന്നിട്ട് ഞാൻ ഭാഗവതം വായിക്കാം, അങ്ങനെയല്ല. ഭഗവാൻ നമ്മളിപ്പോൾ സുഖമായിട്ട് ഇരുത്തിയത് ഭാഗവതം വായിക്കാനാണ്, അല്ലെങ്കിൽ ഭഗവാനെ ആശ്രയിക്കാനാണ്. ഈ ചിന്തയാണ് വിവേകിക്ക് ഉണ്ടാവേണ്ടത്, ഈ കാഴ്ചപ്പാടാണ് ഉണ്ടാവേണ്ടത്. അതാണ് ഭാഗവതത്തിലെ വിഷയം തന്നെ. മുക്തിയാണ്, പരമപുരുഷാർത്ഥം, മോക്ഷമാണ്, ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം. ഒരു സിദ്ധൻ, ഒന്നുമില്ല അദ്ദേഹത്തിന്, വെറും കൗബീനം എടുത്തിട്ട് കാടിൻ്റെ പുറത്തങ്ങനെ ഇരിക്കുകയാണ്. ഒന്നുമില്ല, ശരീരാഭിമാനമില്ല. അതാണ് കൗബീനം. അതൊരു കുറ്റമായിട്ടും മോശമായിട്ടൊക്കെ ഒന്ന് വലിയ അറിവുള്ളവരൊക്കെ അറിവുണ്ട് നടിക്കുന്നവർ പറയാറുണ്ട്, കുംഭമേളയൊക്കെ പരിഹസിക്കാറുണ്ട്. പണ്ട് രമണ മഹർഷിയുടെ ഒരാൾ ചോദിച്ചു, അങ്ങനത്തെ ഈ കൗബീനം എടുത്തിരിക്കണമെന്ന്. അദ്ദേഹം കൗബീനാണ് എപ്പോഴും, കൗബീനം ധരിക്കുക ചെയ്യുക. 100 പേര് ഇരിക്കണില്ല, അങ്ങനെ കൗബീനം എടുത്തിരിക്കുകയാണോ അവിടെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ 100 പേരുള്ളതുകൊണ്ടാണ് ഇപ്പം ഇത്. എന്താണ്? 100 പേരുള്ളതുകൊണ്ടാണ് ഈ കൗബീനം. ഇവരില്ലെങ്കിൽ അതും ഉണ്ടാവില്ല. അവരെ സംബന്ധിച്ച് അതൊന്നൊരു വിഷയമല്ല. ഈ ശരീരം തന്നെ ആത്മാവിൻ്റെ മുകളിൽ ചാർത്തിയ വസ്ത്രമായിട്ട് അവർ കണക്കാക്കുന്നത്. അവർക്ക് അഭിമാനമില്ല, ശരീരം എൻ്റെ എന്നുള്ള വിചാരമില്ല. നമ്മൾ മറ്റുള്ളവർ ശരീരത്തെ കാണുന്നത് പോലെ അവരെ ശരീരത്തെ തന്നെ കാണുള്ളൂ. രാമകൃഷ്ണദേവന് തൊണ്ടയ്ക്ക് ക്യാൻസർ വന്ന് അടുത്തുള്ള ഒരാൾ വന്നിട്ട് കരയണ സമയത്ത് അദ്ദേഹം ചോദിക്കുകയാണ്, എനിക്കിത് എൻ്റെ തോന്നണില്ല. ഏത്? തൻ്റെ ശരീരം തൊട്ടിട്ട് പറയാ, എനിക്കിത് എൻ്റെ തോന്നണില്ല, തനിക്ക് ഇത് തൻ്റെ തോന്നണുണ്ടോ? തൻ്റെ ശരീരം എന്ന് പറയണതിനെ തനിക്ക് എൻ്റെ തോന്നണില്ല, വേറൊരാൾക്ക് തോന്നുക. അതാണ് ദുഃഖം, അതാണ് മായ. അത് ഈ ശരീരത്തിൽ മാത്രമാവില്ല. അവനവൻ്റെ കുട്ടിക്ക് വയ്യായ വന്നാൽ സഹിക്കുക പറ്റുമോ? ചോദിച്ചാൽ അത്ര പരാക്രമമൊക്കെ ഉള്ളവനാണെങ്കിൽ ചിലപ്പം ആപേക്ഷികമാണ്. അല്ല, നല്ല സ്നേഹമുള്ള കുട്ടിയാണ്, അച്ഛനെ വലിയ കാര്യം, വലിയ സ്നേഹമാണ്, അങ്ങനെ അച്ഛൻ കുറച്ച് വിഷമമുണ്ട്. നേരെ മറിച്ച് ആൾ ഭീകരനാണ്, അച്ഛനെ കണ്ട തലവെട്ടുന്നുള്ളവനാണെങ്കിൽ വല്ലാത്ത ബാലപ്രഭവത്തിനേക്കാളില്ലാത്ത ബാലപ്രഭവം സുഖം പോൽ എന്ന് പ്രാർത്ഥിക്കാം. ചിലർ ചോദിക്കാറ്, സ്നേഹം പോരെ, എല്ലാവരും സ്നേഹിച്ചാൽ പോരെ, ഈ ജ്ഞാനത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ചോദിക്കാറുണ്ട്. മതി, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടാകുമ്പോൾ പരസ്പരം സ്നേഹിച്ചാൽ മതി. ഭാര്യയും ഭർത്താവും കുറച്ച് മര്യാദയ്ക്ക് നിന്നാൽ തന്നെ വലിയ കുഴപ്പമില്ലാണ്ട് കഴിയും. മക്കളൊക്കെ നല്ല രീതിയിൽ പരസ്പരം ബഹുമാനം സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ മതി. പക്ഷെ അതിൻ്റെ കുഴപ്പം സ്നേഹം കൊണ്ടുള്ള പ്രശ്നം, സ്നേഹിക്കുന്നവരില്ലാണ്ടേ ദുഃഖം ഉണ്ടാവും, ഇല്ലേ? ഇല്ല.
സ്നേഹിക്കുന്ന ആൾക്കൊരു മാറാരോഗം വന്നു, ഇനി അധിക ദിവസം ഇല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഒരു ദുഃഖം ഉണ്ടാവില്ലേ? കുറേ ഇല്ലേ ഉണ്ടാവും. ആർക്ക്? അറിവില്ലാത്തവർക്ക്. അപ്പോൾ അറിവ് വേണം. അവിടെയാണ് ഇതിൻ്റെ വിഷയം. ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം ഇല്ലാണ്ടിയാവും എന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ മുമ്പ് തന്നെ ഇല്ലാണ്ടിയാവുന്ന മനസ്സിലാക്കി ഇതിനോടുള്ള താല്പര്യം കുറച്ച് കൊണ്ടുവന്നാൽ എളുപ്പമുണ്ട്. ഇതാ പറയണത്. അറിവില്ലാത്തവൻ ദുഃഖിക്കുന്നത്ര ദുഃഖിക്കില്ല അറിവുള്ളവൻ. നമ്മളുടെ കഥയിൽ നോക്കൂ, ഭാഗവതം വായിക്കുന്നതിൻ്റെ മുന്നേ, ഈ പ്രഭാഷണങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിൻ്റെ മുന്നേ നമ്മളൊക്കെ ഓരോ വിഷയങ്ങൾ എങ്ങനെയാണ് നോക്കിക്കണ്ടത്? അതുപോലെയാണോ ഇപ്പോഴും കാണുന്നത്? ആണെങ്കിൽ കേൾക്കണ്ട. ലേശമൊക്കെ മാറ്റമില്ലേ? പണ്ട് കണ്ടതുപോലെയല്ല, കുറച്ചൊക്കെ ഒരു വ്യത്യാസം. പണ്ട് നോക്കി കണ്ടതുപോലെയല്ല. ഇപ്പം പണ്ടൊക്കെ ലേശം എന്തെങ്കിലും ഉണ്ടാകുമ്പോഴേക്കും വലിയ വിഷമായിരുന്നു. ഇപ്പോഴോ അത്രയ്ക്ക് ഇല്ല പറയണില്ല, പക്ഷെ അത്രയ്ക്കില്ല. പണ്ടൊരു മുടി നരയ്ക്കുമ്പോഴേക്കും വലിയ വിഷമായിരുന്നു. ഇപ്പോഴോ ഇപ്പം മുടി കൊഴിഞ്ഞ് കുമ്പളങ്ങ പോലെ ആയപ്പോഴും തോർത്താൻ എളുപ്പ. അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ആവണം. വ്യത്യാസം ഉണ്ടാവണം, മാറ്റം ഉണ്ടാവുകയാണ്. താൻ നോക്കിക്കാണുന്നതിൻ്റെ ആ ഒരു വ്യത്യാസം. പണ്ടൊരു സിദ്ധൻ ഇതേപോലെ ഇരിക്കുകയാണ്, ഒന്നുമില്ല അദ്ദേഹത്തിന്, കൗപീനം മാത്രം കൊടുത്ത്. പക്ഷെ നല്ല സന്തോഷം കിട്ടും. നമുക്കൊക്കെ ഉണ്ട് സന്തോഷമില്ല, ഇവർക്കൊന്നുമില്ല, പക്ഷെ എന്തുണ്ട്? സന്തോഷമുണ്ട്, സമാധാനമായിട്ട് അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഒരു ആളവിടേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, ദരിദ്രനാണ്, കയ്യിൽ കാശൊന്നുമില്ല. അദ്ദേഹം വന്ന് പറയണതെന്ന് വെച്ചാൽ, എൻ്റെ മകളുടെ കല്യാണമാണ്, കത്തിക്കാൻ വിറകില്ല. അങ്ങൊരു കേമനാണ്, ജ്ഞാനിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, കത്തിക്കാൻ കുറച്ച് വിറക് കിട്ടിയാൽ തിരക്കിടില്ല, വല്ല വഴിയുണ്ടോ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, കാടാണല്ലോ, അകത്തേക്ക് പോയിക്കോളൂ, ധാരാളം മരക്കഷ്ണങ്ങളുണ്ടാവും, കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. അകത്തേക്ക് പോയി മരക്കഷ്ണങ്ങൾ കണ്ടു, അതിർത്ത് കൊണ്ടുപോയി അങ്ങനെ കത്തിച്ചു. മകളുടെ കല്യാണം ഭംഗിയിൽ കഴിഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും അന്വേഷിച്ച് വന്നു ആരെ? ഈ സിദ്ധനെ. അപ്പോഴും അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട്, കൗവിനെടുത്തും കൊണ്ട് പുഞ്ചിരിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. അടുത്ത് വന്ന് പറഞ്ഞു, അതെ മകളുടെ കല്യാണമൊക്കെ ഭംഗിയിൽ കഴിഞ്ഞു. ഇപ്പം എന്താ വിഷയം വെച്ചാൽ, മകനും ഈ മകളും മരുമകനും കൂടി വരുമ്പം വീടിന് വലിപ്പം പോരാ, അവരൊന്ന് താമസിക്കുന്നുണ്ടെങ്കിൽ 2 മുറിയും കൂടി വേണം തോന്നാം. അതുകൊണ്ട് എന്താ വെച്ചാൽ വീടൊന്ന് നന്നാക്കണം എന്നൊരാഗ്രഹമുണ്ട്, വല്ല വഴിയുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഉണ്ട്, അകത്തേക്ക് പ്രവേശിച്ചോളൂ. ഈ കാടിൻ്റെ കുറച്ചും കൂടി അകത്തേക്ക് പോയാൽ അവിടെ വെള്ളി നാണയങ്ങൾ കാണാം. എന്ത് കാണാം? വെള്ളി നാണയങ്ങൾ കാണാം. കൊണ്ടുപോയിക്കോളൂ, സുഖമായിട്ടിരിക്കുക. പോയി വെള്ളി നാണയങ്ങൾ കണ്ടു, കൊണ്ടുപോയി അങ്ങനെ വീടൊക്കെ ഒന്ന് നന്നാക്കി. കുറച്ച് ദിവസത്തേക്ക് അദ്ദേഹം പോയില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും ആ സിദ്ധനെ കാണാൻ പോയി. ഇപ്പം എന്താ പ്രശ്നം? ഇപ്പം വീടൊക്കെ ആയി, പക്ഷേ ഞങ്ങൾ ഫാമിലിയായിട്ട് സഞ്ചരിക്കുമ്പോൾ ഒരു കാറ് വേണ്ടേ? അതൊക്കെ ഇപ്പോൾ വലിയൊരു ആഗ്രഹമാണ്, ചെറിയൊരു ആഗ്രഹമല്ലേ? ഇപ്പോൾ ആർക്കാ ഒരു കാറില്ലാത്തത്? ഒരു കുടുംബമൊക്കെ ആകുമ്പോൾ ഒരു വണ്ടി വേണ്ടേ? അതുകൊണ്ട് കുറച്ചുകൂടി കാശ് വേണം. ആയിക്കോട്ടെ, അകത്തേക്ക് പോയിക്കോളൂ. ആ വെള്ളി നാണയങ്ങൾ കണ്ട സ്ഥലം കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ അങ്ങേക്ക് സ്വർണ്ണ നാണയങ്ങൾ കാണാം. ഓടി സ്വർണ്ണ നാണയങ്ങൾ കണ്ടു, പറഞ്ഞതുപോലെ തന്നെ സത്യം. അതൊക്കെ കൊണ്ടുപോയി അങ്ങനെ കാറും വാങ്ങി. തീർന്നോ? പ്രശ്നം തീർന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വരികയാണ്. സിറ്റ് ഔട്ടിന് വലുപ്പം പോരാ, മുകളിലേക്ക് എടുത്ത് അവിടെയും കൂടി വാടകയ്ക്ക് കൊടുത്താൽ നന്നായി എന്ന് വൈഫിനൊരു അഭിപ്രായമുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി കാശ് വേണം. അകത്തേക്ക് പോയിക്കോളൂ. ആ സ്വർണ്ണ നാണയങ്ങൾ കണ്ട സ്ഥലം കഴിഞ്ഞ് മുന്നോട്ട് പോയാൽ അങ്ങേക്ക് രത്നങ്ങൾ കാണാം എന്ന് പറഞ്ഞ സമയത്ത് അങ്ങോട്ട് ഓടി. ആര്? അയാൾ ഓടി. കുറച്ച് ദൂരം ഓടിയപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു മനംമാറ്റം, പെട്ടെന്നൊരു ചിന്ത വന്നു. ഓടി വന്നിട്ട് അദ്ദേഹത്തോട് പറയാണ്, എന്താ ഓടി വരാൻ കാരണം? അദ്ദേഹം ചിന്തിക്കണം എന്താ വെച്ചാൽ, ഈ രത്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇയാളെന്താ ഇവിടെ ഇരിക്കുന്നത്? ആര്? എന്തായാലും അദ്ദേഹം പറഞ്ഞത് കളവാൻ വഴിയില്ല. കാരണം ഇതുവരെയും പറഞ്ഞതൊക്കെ സത്യമാണ്. വെള്ളി നാണയങ്ങൾ കണ്ടു, സ്വർണ്ണ നാണയം കണ്ടു, ഇനി മുന്നോട്ട് പോയാൽ ഉറപ്പാണ് രത്നം ഉണ്ടാവും. അദ്ദേഹം ഓടി വന്നു. ഈ ഓടി വരാനൊരു തോന്നലുണ്ടാവണം. എപ്പോഴെങ്കിലും ഒന്ന് മനസ്സൊന്ന്, സ്വതവേ നമ്മൾ ചിന്തിക്കണം, ഒന്ന് മാറ്റി ചിന്തിക്കണം. നമ്മുടെ ജീവിത വിജയം എന്ന് പറഞ്ഞ ഒരൊറ്റ കാര്യം നമുക്കുള്ളൂ. യൂട്യൂബിൽ അടിച്ച് നോക്കൂ, ജീവിത വിജയം. എന്തൊക്കെയാണ്? ഒരു കോട്ടിട്ട് ഒരാളിരിക്കും, എങ്ങനെ പണം ഉണ്ടാക്കാം, അതാ ജീവിത വിജയം. നമ്മുടെ ഭാഗവതം വായിക്കണതോ ഇതൊക്കെ മനസ്സിലാക്കി സമാധാനമായിട്ടിരിക്കണമെന്നൊന്നും ജീവിത വിജയമായിട്ട് നമ്മൾ കണക്കാക്കണില്ല. നമ്മുടെ ജീവിത വിജയം എന്ന് പറഞ്ഞാൽ വലിയ ബംഗ്ലാവ്, ധാരാളം കാശുണ്ടാക്കുക, അതൊന്നുമല്ല. ഇവിടെ അദ്ദേഹം ഓടി വന്ന് ഇയാളോട് ചോദിക്കുകയാണ്, അല്ലയോ മഹാത്മാവേ, എനിക്കൊരു സംശയം എന്താ വെച്ചാൽ, അങ്ങ് പറഞ്ഞതൊക്കെ സത്യമാണ്. കുറച്ച് മുന്നേ വെള്ളി നാണയങ്ങൾ കണ്ടു, കുറച്ചുകൂടി മുന്നോട്ട് പോയി സ്വർണ്ണ നാണയങ്ങൾ കണ്ടു. ഇപ്പം അങ്ങ് പറയണു അങ്ങോട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയ രത്നങ്ങൾ കാണും എന്നുള്ളത് സത്യമാണ്, എനിക്ക് ഉറപ്പാണ്. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. സ്വർണ്ണ നാണയങ്ങൾ കണ്ടു, ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയ രത്നങ്ങൾ കാണും. പക്ഷേ എൻ്റെ ചോദ്യം എന്താ വെച്ചാൽ, ഇത്രയൊക്കെ കേമത്വം ഈ കാട്ടിലുണ്ടായിട്ട് അങ്ങെന്താ കാട്ടിൽ പോവാണ്ട പുറത്ത് ഈ കൗബീനെടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ സിദ്ധം പറഞ്ഞു, ശ്രദ്ധിക്കണേ, ആ സിദ്ധം പറഞ്ഞു, ഞാൻ അതിൻ്റെ അപ്പുറത്ത് പോയ ആളാ. എന്താണ്? അത് കിട്ടിയാലും തനിക്ക് സമാധാനമൊന്നും
ഉണ്ടാവില്ല. ഇനി നമ്മുടെ കാര്യം നോക്കുക. കുട്ടിക്കാലത്ത് ചെറിയ ചെറിയ ആഗ്രഹമായിരുന്നു, അത് കിട്ടിയ സമാധാനം വിചാരിച്ചില്ലേ? കിട്ടിയപ്പോഴോ അടുത്ത വീട്ടിൽ കാണുമ്പോൾ നല്ല രസമാണ്, അത് കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ വെച്ചപ്പോൾ മാറാലെ പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പം ശ്രദ്ധിക്കണമെന്നില്ല. കുട്ടിക്കാലത്തുള്ള ആഗ്രഹാവല്യപ്പം എപ്പോഴും ആഗ്രഹം അവിടെ നിൽക്കുന്നുണ്ട്. ഓരോരോ ആഗ്രഹം ഒന്ന് കഴിയുമ്പോൾ അടുത്തതായി. കുട്ടിക്കാലത്ത് ബിസ്ക്കറ്റ് വേണമെന്നായിരുന്നു ആഗ്രഹം, ഇപ്പോൾ സ്വർണ്ണ ബിസ്ക്കറ്റ് വേണമെന്നാണ്. അത്രയും വ്യത്യാസമുണ്ടോ? ആഗ്രഹമില്ല. ആഗ്രഹങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കലാണ് യോഗ്യത. അതാണ് മുക്തി. ഒരാഗ്രഹവും ഇല്ല. എന്താണ്? ഒരാഗ്രഹവും ഇല്ല. ഭാഗവതം കേൾക്കാനും അതന്നെ. ഇങ്ങനെ കേട്ട് 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 കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് കേൾക്കണം എന്നില്ലാണ്ടേ ആവണം, പറയണം എന്നില്ലാണ്ടേ ആവണം, വായിക്കണം എന്നില്ലാണ്ടേ ആവണം. എപ്പോഴും സമാധാനമാണ്. ഇവിടെ മൊത്തം വെള്ളമായാൽ പിന്നെ നമ്മൾ കിണർ അന്വേഷിക്കുമോ മുക്കാൻ? ഉണ്ടോ? മുഴുവൻ ആനന്ദം. ഇനി വേറെന്ത് അന്വേഷിക്കാനാണ്? ഭാഗവതം നമുക്ക് കേൾക്കണം തോന്നാൻ കാരണം എന്താ? കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് കേൾക്കാണ്ടിരിക്കുമ്പോൾ വിഷമുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. എപ്പോഴും സുഖമാണെങ്കിൽ പിന്നെ അതാണ് മുക്തി. അതിനുള്ളൊരു ആ പ്രകരണം വർണ്ണിക്കുന്നതിൻ്റെ മുമ്പ് ജീവിതത്തിൻ്റെ നിസ്സാരത ബോധ്യപ്പെടുത്താനായിട്ടൊരു കഥ വർണ്ണിച്ചു. ദ്വാരക കടലെടുത്തു എന്ന് പറയണം. എന്താ കടലെടുത്തത്? ദ്വാരക. പിന്നെ നമ്മുടെ ഇട്ടാവട്ടം പോകുന്നുള്ളത് വേറെ പറയണോ? ഭഗവാന്റെ ദ്വാരക. ആരുടെ? കൃഷ്ണൻ്റെ. എന്തേ ഇപ്പം ഉണ്ടായി? ഭഗവാന്റെ സങ്കല്പം. എന്നാലും പേരിനൊരു ശാപം എന്ന് കൂട്ടുക. ഒരിക്കൽ കുറച്ച് ഋഷിമാർ ഭഗവാനെ കാണാനായിട്ട് ദ്വാരകയിലെത്തി തിരിച്ചു പോകുന്ന സമയത്ത് ഭഗവാന്റെ മക്കൾ തന്നെ സാമ്പൻ ഒരു സ്ത്രീവേഷം കെട്ടി കൂട്ടുകാരന്മാർ ഈ സാമ്പനെ കൊണ്ടുപോയിട്ട് ഋഷിമാരോട് ചോദിച്ചു, അല്ലയോ ഋഷിമാരെ, ഇവൾ ഇന്നോ നാളെയോ പ്രസവിക്കും, ആൺകുട്ടിയോ പെൺകുട്ടിയോ? ആരോടാ ചോദിക്കണത്? ഗൈനക്കോളജിസ്റ്റ് അല്ല, ഋഷിമാരാണ്. ഋഷിമാരോട് ചോദിക്കുകയാണ്, ഇവൾ ഇന്നോ നാളെയോ പ്രസവിക്കും. എന്ത് കാര്യം? നല്ലൊരു കുലത്തിൽ ജനിച്ചു, ധാരാളം സമ്പത്തുണ്ട്, ഭഗവാന്റെ മക്കളും പേരക്കുട്ടികളാ. പക്ഷെ എന്ത് ചെയ്യാം? അറിവുള്ളവരെ ബഹുമാനിക്കാൻ, ഭക്തിയുള്ളവരെ ബഹുമാനിക്കാൻ പഠിച്ചില്ല. ഭഗവാൻ പഠിപ്പിച്ചില്ല പറയാൻ പറ്റില്ല. കുറേ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവർ കേട്ടില്ല. നമുക്കതേ പറ്റുള്ളൂ. അച്ഛനമ്മമാരുടെ വലിയ വിഷമാണെന്ത്? മക്കൾ പറഞ്ഞാൽ കേൾക്കണില്ല. ഭഗവാന്റെ മക്കൾ പറഞ്ഞാൽ കേട്ടില്ല. നമ്മൾ ഭഗവാനോട് പരാതി പറയുമ്പോൾ ഭഗവാൻ പറയും, എൻ്റെ മക്കൾ ഇത്രയും കേൾക്കില്ലായിരുന്നു. നമുക്ക് നമ്മളെ മാത്രമേ നേരെയാക്കാൻ പറ്റുള്ളൂ. എനിക്കായാലും നിങ്ങൾക്കായാലും ആരെ നേരെയാക്കാം? എന്നെ നേരെയാക്കാൻ പറ്റുമോ? എനിക്ക് അത് ശ്രമിച്ചാൽ മതി. എൻ്റെ ഭാര്യയെ ഞാൻ നേരെയാക്കും, ഭർത്താവിനെ നേരെയാക്കും, ഞാൻ കൊണ്ടിരുത്തും എൻ്റെ ഭാര്യയെ. ഇരിക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. ഇരുന്നായിരുന്നു, അത്രയേ ഉള്ളൂ. അച്ഛനെ കൊണ്ടിരുത്തുക, അമ്മയെ കൊണ്ടിരുത്തുക, അടുത്ത വീട്ടിലുള്ള ആളെ കൊണ്ടിരുത്തുക. അവനെ വന്നിരിക്കുക, കേൾക്കുക എന്നല്ലാതെ നമുക്ക് വേറൊരാളെ നേരെയാക്കാൻ സാധിക്കും. നമുക്ക് നമ്മളെ തന്നെ നേരെയാക്കാൻ സാധിക്കുന്നില്ല, പിന്നെ അപ്പോൾ വേറൊരാളെ നേരെയാക്കാൻ. ഭഗവാൻ വേണ്ട സമയത്ത് വേണ്ട ഉപദേശം കൊടുത്തിട്ടുണ്ട്, അത് കൊടുക്കണം. വേണ്ടത് പറഞ്ഞു കൊടുക്കുക, അത്രയേ വേണ്ടൂ. എന്നിട്ട് അവർ നേരെയായില്ലെങ്കിൽ അത് അവരുടെ തലവര, അതിൽ ഞാൻ ദുഃഖിക്കാൻ പോകണില്ല എന്ന് വിചാരിച്ച് നമ്മൾ അന്തസ്സായിട്ട് ഭഗവാനെ ഉപവാസിച്ച് സഞ്ചരിക്കുക. അതാ വേണ്ടത്. ഇവിടെ ഭഗവാന്റെ മക്കൾ തന്നെയാണ് ഋഷിമാരെ അപമാനിക്കാൻ വേണ്ടി അടുത്തു പോയി ചോദിച്ചു, ഇവൾ ഇന്നോ നാളെയോ പ്രസവിക്കും, ആൺകുട്ടിയോ പെൺകുട്ടിയോ നിങ്ങൾ പറയൂ. അവർ നല്ലോണം നോക്കി, മനസ്സിലായി ഭഗവാന്റെ മക്കളാണ്. പുരുഷൻ സ്ത്രീവേഷം കെട്ടി വന്നതാ. അവർ ഭഗവാനോടൊന്ന് ചോദിച്ചു, വിഷ്ണു ഭഗവാനെ, കൃഷ്ണ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അങ്ങയുടെ കുട്ടിത വേഷം കെട്ടി വന്നിട്ടുണ്ട്, ഇന്നോ നാളെയോ പ്രസവിക്കും, ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്നാണ് ചോദിക്കേണ്ടത്, എന്താ ഞങ്ങൾ പറയേണ്ടത്? ഭഗവാൻ ചോദിച്ചു, എന്തിനപ്പം എന്നോട് ചോദിക്കണത്? അല്ല, സ്വതവേ ഞങ്ങൾ ചോദിക്കാറൊന്നുമില്ല, ഇതിപ്പോൾ അങ്ങയുടെ കാര്യമായതുകൊണ്ടൊന്ന് ചോദിച്ചിട്ടാവാ കരുതിയിട്ടാ. സാധാരണ ഇങ്ങനെ വന്നാൽ നിങ്ങളെന്താ ചെയ്യുക? ഞങ്ങൾ ശപിക്കുക ചെയ്യുക. എന്നാൽ പിന്നെ എന്നോട് ചോദിക്കണ്ട, ശപിച്ചോളൂ, ഭഗവാന്റെ അനുവാദമുണ്ട്. അവർ കണ്ണു തുറന്നു. മുസലം കുലനാശനം, പ്രസവിക്കും, ഒലയ്ക്കാം, അത് കാരണം നിങ്ങളുടെ വംശം തമ്മിൽ തല്ലി നശിക്കും എന്ന് ഋഷിമാരുടെ ശാപം ആർക്ക് കിട്ടി? യാദവന്മാർക്ക്. ഭഗവാന്റെ വംശത്തിന് കിട്ടിയെന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ. കളി കാര്യമായി. സാമ്പൻ പ്രസവിച്ചു, ഒലയ്ക്കുട്ടി. നിലത്തങ്ങോട്ട് മുട്ടിയപ്പോഴേക്ക് ഇത് വലുതാവാൻ തുടങ്ങി. വലിയൊരു ഒലക്കയായിട്ട് അവർ ഓടി ഉഗ്രസേനൻ്റെ അടുത്ത് കൊണ്ടുപോയി. ഉഗ്രസേനൻ ആദ്യമായിട്ട് തീരുമാനമെടുത്തതാണ്. ഭഗവാനോട് ചോദിച്ചിട്ടൊക്കെ ചെയ്യാറുള്ളൂ. അന്ന് ഭഗവാൻ അവിടെ ഇല്ല. അദ്ദേഹം പറഞ്ഞു, രാഗി പൊടിച്ച് കടലിൽ കളഞ്ഞോളൂ, ഇതൊക്കെ പുറമേ ഇറങ്ങി നമുക്ക് ചീത്തപ്പേരാ. അവരത് രാഗി പൊടിച്ച് കടലിൽ എറിഞ്ഞു. അത് വീണ്ടും തിരമാലടിച്ച് വന്ന് ഏരകപ്പുല്ലുകളായിട്ട് മുളച്ച് പൊന്തി, അങ്ങനെ മൂർച്ചുള്ളൊരു തരം പുല്ല്, അതെടുത്ത് തമ്മിൽ തല്ലിയിട്ടാണ് ഭഗവാന്റെ കുട്ടികളും പേരക്കുട്ടികളും മരിക്കുന്നത്.
ഒരു കഷ്ണം ബാക്കിയായി, അതെടുത്ത് വലിച്ചെറിഞ്ഞു. അതൊരു മത്സ്യത്തിന് കിട്ടി. മത്സ്യം വിഴുങ്ങി ആ മത്സ്യത്തെ ഒരു മുക്കുവന് കിട്ടി. മുക്കുവൻ അത് കീറിയപ്പം ഈ ലോഹം കണ്ടപ്പോൾ തൻ്റെ കൂട്ടുകാരനായ ജര എന്ന് പറഞ്ഞ വേടന് കൊടുത്തു. വേടൻ അത് അമ്പിൽ തിരികെ. ആ അമ്പാണ് ഭഗവാന്റെ പാദത്തിലേക്ക് അയക്കുന്നത്. ഇതൊക്കെ ആരുടെ സങ്കല്പം? ഭഗവാന്റെ സങ്കല്പം. തൻ്റെ ദേഹം ഒന്ന് അഴിച്ചു വെക്കണം, ഒരു കാരണം വേണ്ടേ? വേണമെങ്കിൽ ഇതൊക്കെ ഇല്ലാണ്ടേക്കാൻ ഭഗവാൻ സാധിക്കും. പക്ഷെ ഇല്ലാണ്ടേക്കാൻ വിചാരിച്ചില്ല. എന്താ ചെയ്യുക? നമുക്കത് ഇല്ലാണ്ടേ നന്നായിരുന്നു വിചാരണ്ട. അങ്ങനെ ഭഗവാൻ അങ്ങനെ അങ്ങോട്ട് പോകണ്ടില്ലായിരുന്നു. എന്നാൽ ആ കൃഷ്ണൻ അങ്ങനെ ആ വേടൻ്റെ അമ്പ ഏറ്റിട്ടെന്ന് പറഞ്ഞാൽ വിഷമുണ്ട്. അപ്പോൾ ഒന്ന് ചോദിക്കട്ടെ, ആ വരാഹം പോയപ്പോൾ നമ്മൾ ദുഃഖിച്ചില്ലല്ലോ? ഉണ്ടോ? ഭഗവാന്റെ അവതാരല്ലേ, വരാഹമായിട്ട് വന്നു പോയി, ആർക്കും ദുഃഖമില്ല. നരസിംഹമായപ്പോൾ വേഗം പോകണമെന്നുള്ള അഭിപ്രായമായിരുന്നു നമുക്ക്. അങ്ങോട്ട് പോയി കിട്ടിയാൽ മതിയായിരുന്നു. ഈ കൃഷ്ണനാകുമ്പോൾ മാത്രം എന്താ ഈ ഒരു പ്രശ്നം? ആ രൂപത്തിൽ ആ നാമത്തിൽ ഭ്രമിച്ചു. ഭഗവാൻ ദ്വാരക തന്നെ മുക്കാൻ കാരണം എന്ത് ചെയ്യണ്ട? നാമത്തിനോടും രൂപത്തിനോടും ഭ്രമം വെക്കണ്ട എന്ന് കാണിക്കാനാണ്. ഇതൊക്കെ വേണമെങ്കിൽ മാറ്റാൻ ഭഗവാൻ സാധിക്കും. എന്നിട്ടും കർത്തും നൈച്ഛത് വിപ്രശാപം കാലരൂപീ അന്വമോദത. കാലരൂപിയായിരിക്കുന്ന കൃഷ്ണൻ അതിനെ അനുമോദിച്ചു, നടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇങ്ങനെയാണ് 1-ാമത്തെ അധ്യായം. ഈ കാണുന്നതൊക്കെ നശിക്കുന്നൊരു വിചാരം ഉണ്ടെങ്കിൽ നമ്മൾ നശിക്കാത്ത ഒന്നിനെ ആലോചിക്കും. അപ്പം നമുക്ക് നശിക്കുന്നുള്ള വിചാരമില്ല. അതാണ്. ഒന്ന് അപകടമാണെന്ന് കണ്ടാൽ നമ്മളത് വിടില്ലേ? ഇല്ലേ? വണ്ടി മാറി കയറി കണ്ടാൽ നമ്മളെന്താ ചെയ്യുക? അറിഞ്ഞാൽ എന്താ ചെയ്യുക? വണ്ടി മാറിപ്പോയി എന്തു ചെയ്യും? ഇനി പോകുന്നതിലേക്ക് പോകുക. അതില്ല, ചാടി ഇറങ്ങില്ല. അടുത്ത സ്റ്റേഷൻ എത്തിയാൽ ഇറങ്ങും. പോയത് പോയി, ഇനിയെങ്കിലും ശരിയാക്കാൻ വിചാരിക്കില്ലേ? ഉണ്ടോ ഇല്ലേ? അത് വിചാരിക്കണം. താൻ പോകുന്ന ദിശ ശരിയല്ല എന്ന് അറിഞ്ഞാൽ ഉടനെ ഇറങ്ങണം. നമുക്ക് ആ വിഷയം ഇഷ്ടമായിരിക്കും, പക്ഷെ അത് അപകടമാണെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ അത് സേവിക്കില്ല. നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ, പാൽപ്പായസം വലിയ ഇഷ്ടമാണ്. പാൽപ്പായസം അങ്ങനെ ഉണ്ടാക്കണം നമ്മൾ കാണുന്നുണ്ട്, നോക്കിയിരിക്കണം. അതൊക്കെ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു ഗ്ലാസ് കുടിക്കണം എന്നുള്ള വിചാരമൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ നോക്കിയപ്പോൾ മുകളിൽ നിന്നൊരു പല്ലി എവിടേക്ക് വീണു? ആ ഉരുളിക്ക്. ആര് കണ്ടു? നമ്മൾ കണ്ടു. ഒന്നും മിണ്ടിയില്ല, കാരണം അവിടെ പോയി പറയാൻ വയ്യ, മിണ്ടാണ്ടിരുന്നു. എല്ലാം കഴിഞ്ഞ സമയത്ത് അയാൾ ലേശം ഒരു ഗ്ലാസ്സിലാക്കി പായസം കേട്ടോ. ഹരിഗോവിന്ദന് പാൽപ്പായസം വലിയ ഇഷ്ടമല്ലേ? കുടിച്ചോളൂ. അപ്പോൾ നമ്മളെന്താ പറയുക? നേകാശിയ. അല്ലെങ്കിൽ പാൽപ്പായസം ഇഷ്ടമാണ്, പക്ഷെ ഇപ്പം വയ്യാന്നല്ല. മറ്റത് കണ്ടു. എന്ത് കണ്ടു? ആ പല്ലി വീണത് കണ്ടു. ദോഷം കണ്ടത് കൊണ്ടാണ് വേണ്ട പറഞ്ഞത്. ഇപ്പം നമ്മുടെ കുഴപ്പം പണത്തിലുള്ള ദോഷം കണ്ടിട്ടില്ല, ബന്ധുക്കളിലുള്ള ദോഷം കണ്ടിട്ടില്ല, ശരീരത്തിലുള്ള ദോഷം കണ്ടിട്ടില്ല, സ്വത്തിലും സമ്പത്തിലുള്ള ദോഷം കണ്ടിട്ടില്ല. ഇത് കണ്ടവൻ പിന്നെ തൊടില്ല. എത്ര വലിയ സുന്ദരിയാണെങ്കിലും മാറാരോഗം ഉണ്ടെങ്കിൽ അടുത്തേക്ക് പോവില്ല. അതുപോലെയാണ്. അതിനാണ് 1-ാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ വംശം നശിച്ചു എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതൊക്കെ നശിക്കും. ഈ ശരീരം നശിക്കും, ബന്ധുക്കൾ നശിക്കും, വസ്തുക്കൾ ഇല്ലാണ്ടാവും. അപ്പോൾ ദുഃഖിക്കാണ്ടിരിക്കണമെങ്കിൽ അത് നശിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കിട്ടിയ ബുദ്ധി കൊണ്ട് എന്ത് ചെയ്യൂ? ഭഗവാനെ അറിയാൻ ശ്രമിക്കൂ. നശിക്കാത്ത വസ്തുവിനെ ആശ്രയിക്കൂ. ഋഷിമാരൊക്കെ അങ്ങനെയാണല്ലോ. ഭഗവാന്റെ ഈ അവതാരം അതിൻ്റെ ഒരു നാടകത്തിൻ്റെ ക്ലൈമാക്സായി, ഒരു ആൻറ്റി ക്ലൈമാക്സ് കഴിയാറായി. കൃഷ്ണാവതാരം ഇല്ല, നിർത്താൻ പോവുകയാണ്. അത് മനസ്സിലാക്കി ഋഷിമാരൊക്കെ അപ്പോൾ ദ്വാരകയിൽ തന്നെയാണ്. ഗോവിന്ദ ഭുജഗുപ്തായാം ദ്വാരവത്യാം കുരുദ്വഹ അവാത്സീൻ നാരദോ ഭീക്ഷ്ണം കൃഷ്ണോപാസനലാലസഃ. ഗോവിന്ദ ഭുജഗുപ്തായാം ദ്വാരവത്യാം. ഇപ്പം നാരദാദി ഋഷീശ്വരന്മാരൊക്കെ ദ്വാരകയിൽ തന്നെയാണ്, ഭഗവാന്റെ കൂടെ തന്നെ അങ്ങനെ ഇരിക്കുകയാണ്. കാരണം ഈ കണ്ടുകൊണ്ടിരിക്കുക, കുറച്ച് കഴിഞ്ഞാൽ ഈ രൂപം മറയുന്നത് വരെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് കരുതി ഋഷിമാരൊക്കെ ഇപ്പോൾ എവിടെയാണ്? ദ്വാരകയിലാണ്. ഭാഗവതമൊക്കെ നല്ലോണം ശ്രദ്ധിച്ചവർക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നാം. ഇപ്പം 4-5 മാസമായിട്ട് നാരദർ ഭഗവാന്റെ കൂടെയാണെങ്കിൽ നാരദർക്ക് 2 പ്രാവശ്യം ഒരു ശാപം കിട്ടിയിട്ടുണ്ട്. ഒരു ദിക്കിലും അധികം നേരം നിൽക്കാൻ പറ്റില്ല എന്നുള്ള ശാപം. ആ ശാപം കിട്ടി നാരദർ എങ്ങനെ ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കണു? ശാപല്ലേ? എവിടെയും അധികം നേരം നിൽക്കാൻ പറ്റില്ല എന്നുള്ള ശാപല്ലേ? ശാപമൊക്കെ ഉണ്ട്. പക്ഷെ ദ്വാരകയ്ക്ക് വരുമ്പോൾ അദ്ദേഹം ചെരുപ്പഴിച്ചിടുമ്പോൾ ശാപം എടുത്ത് വയ്ക്കും. എന്നിട്ടാണ് എവിടേക്ക് പ്രവേശിക്കുക? ദ്വാരകയിലേക്ക് പ്രവേശിക്കുക. ദ്വാരകയുടെ പ്രത്യേകത എന്താ ചോദിച്ചാൽ അതിവിടെ പറഞ്ഞു. ദ്വാരകയുടെ മതിലെന്താ? ഗോവിന്ദ ഭുജഗുപ്തായാം. ഗോവിന്ദൻ്റെ കൈകളാണ് അവിടുത്തെ മതിൽ. അതുകൊണ്ട് അവിടേക്ക് ശാപം വരില്ല. അപ്പോൾ ചോദ്യം വരും കേട്ടോ. അപ്പോൾ നേരത്തെ ഋഷിമാർ ശപിച്ചതോ? ഭഗവാനെ കൈ മാറ്റി വരട്ടെ.
ആ ശാപം കണ്ട് വരട്ടെ. നാരദരുടെ ശാപം വരണ്ട. ഗോവിന്ദ ഭുജഗുപ്തായാം ദ്വാരവത്യാം, ദ്വാരകയുടെ മതിൽ ഭഗവാന്റെ കൈകളാണ്. നാരദരുടെ ശാപം ഭഗവാൻ മാറ്റി, തൽക്കാലം ഇവിടെ ഇരിക്കും നാരദരെ. അങ്ങനെ ഇരിക്കുകയാണ്. നാരദരെ കണ്ട സമയത്ത് വസുദേവർ ഓടിച്ചെന്നൊരു ചോദ്യം ചോദിക്കുന്നു, ഈ ജന്മം ലാഭമാവാൻ എന്താ വഴി നാരദരെ? ആരുടെ ചോദ്യമാണ്? ഈ സന്ദർഭമൊക്കെ അറിയുമ്പോഴേ നമുക്കതിൻ്റെ ഒരു പ്രത്യേകത എന്താ ചോദിച്ചാൽ, ആരാ ഈ ചോദിക്കുന്നത് ജന്മം ലാഭമാവാനുള്ള വഴി? വസുദേവർ ചോദിക്കുകയാണ്. ആരാ വസുദേവർ? കൃഷ്ണൻ്റെ അച്ഛൻ. കൃഷ്ണൻ്റെ അച്ഛനായിട്ട് ഇയാൾക്ക് എന്തില്ല? ഇയാൾക്ക് സമാധാനമില്ല. നമ്മുടെയൊക്കെ ഒരു വിചാരം എന്താ? ഭഗവാനെ മകനായിട്ട് കിട്ടിയാൽ കഴിഞ്ഞോ, ലാഭമായോ? എന്ത് ലാഭം? ഭഗവാന് ബന്ധുക്കളായിട്ട് പാണ്ഡവർക്ക് കിട്ടിയിട്ടില്ലേ? ദുരിതമോ ഇല്ലാത്ത സമയമില്ല, ദുഃഖം അനുഭവിക്കാത്ത സമയമുണ്ടോ? ഭഗവാനെ ബന്ധുവായിട്ട് കിട്ടിയിട്ടൊന്നും കാര്യമില്ല. ഭീഷ്മർ ചോദിക്കുന്നുണ്ട്, സുഹൃൻ മിത്രം സൗഹൃദാ തഥ സാരഥിം. അർജുന, എന്നെ കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. എപ്പോഴും കൃഷ്ണൻ്റെ കൂടെയാണ്, എന്നിട്ടും ഡിപ്രഷൻ. ആർക്ക്? അർജുനന് സമാധാനമായും കൊണ്ട്, ധർമ്മപുത്രരുടെ സമാധാനമായും കൊണ്ട് കണ്ടിട്ടില്ല. എപ്പോഴും ദുഃഖം. കൃഷ്ണൻ ഒപ്പമുണ്ടായിട്ട് കാര്യമില്ല. കൃഷ്ണനെ അറിഞ്ഞാൽ മാത്രമേ ദുഃഖം തീരുള്ളൂ. ഭഗവാനെ അറിഞ്ഞാലേ ദുഃഖം തീരുള്ളൂ. ആ അറിയലാണ് ഭാഗവത ധർമ്മം. ഇവിടെ വസുദേവർക്ക് പോലും ദുഃഖം നീങ്ങിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പറയാനുണ്ടോ? നാരദരുടെ അടുത്തേക്ക് വരികയാണ്, ഭഗവാന്റെ അടുത്തേക്കല്ല. നാരദരുടെ അടുത്തേക്ക് പോയി ചോദിക്കുകയാണ്, ഈ ജന്മം ലാഭമാവാനുള്ള വഴി എന്താ ചോദിച്ചപ്പോൾ നാരദർ പറഞ്ഞു, ഈ പണ്ട് ഇതേ ചോദ്യം നിമിരാജാവ് ചോദിച്ചിട്ടുണ്ട് നവയോഗികളോട്. അതാണ് നിമി നവയോഗി സംവാദം. അതിൻ്റെ വേറൊരു പേരാണ് ഭാഗവത ധർമ്മം, അല്ലെങ്കിൽ ഭാഗവത മർമ്മം, ഭാഗവതൻ്റെ സാരം. പണ്ട് നിമിരാജാവ് വലിയ സമ്പന്നനാണ്, വലിയ കേമനാണ്. അദ്ദേഹത്തിന് ഒരിക്കലും ഈ നവയോഗികളെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. ആരാ നവയോഗികൾ? ഋഷഭദേവൻ്റെ മക്കളാണ്. ഋഷഭദേവന് ഭഗവാന്റെ അവതാരം. ആ ഋഷഭദേവന് 100 മക്കളുണ്ട്. അതിൽ 9 പേരും യോഗീശ്വരന്മാരായിട്ട് മാറി. അവരുടെ പേര് പറഞ്ഞാൽ തന്നെ പുണ്യ. എന്താ അവരുടെ പേര്? കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, വിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ. ഇതിൽ ഒരാളെ കാണണമെങ്കിൽ തന്നെ കോടി പുണ്യം ചെയ്യണം. അങ്ങനെ ഇരിക്കെ 9 പേരെ കാണാനുള്ള ഭാഗ്യം ആർക്ക് തരായി? ആർക്ക് തരായി? ആർക്ക് തരായി? അങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് നടത്തുക. എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്? ഓക്കെ, എങ്ങനെയാണ്? ഞാൻ തന്നെ പറയാം, നിമിരാജാവിന് തരായി. കാരണം നിമി നവയോഗി സംവാദം. ആ നിമിരാജാവ് നവയോഗികളെ കണ്ടപ്പം ചോദിച്ചു, ദുർലഭോ മാനുഷോ ദേഹോ ദേഹിനാം ക്ഷണഭംഗുര തത്രാപി ദുർലഭം മന്യേ വൈകുണ്ഠപ്രിയദർശനം അത ആത്യന്തികം ക്ഷേമം പൃച്ഛാമഹ ഭവതോ നഖാഃ സംസാരേസ്മിൻ ക്ഷണാർദ്ധോപി സത്സംഗ ചേവധിർനൃണാം. ഇവിടെ ഒരു മനുഷ്യജന്മം കിട്ടുക പറഞ്ഞാൽ വളരെ ദുർലഭമായിട്ട് കിട്ടുന്നതാ. ദുർലഭോ മാനുഷോ ദേഹോ ദേഹിനാം ക്ഷണഭംഗുര. അവിടെ തന്നെ തത്രാപി ദുർലഭം മന്യേ വൈകുണ്ഠപ്രിയദർശനം. അതിൽ തന്നെ വൈകുണ്ഠപ്രിയന്മാരെ, വിഷ്ണുഭക്തന്മാരെ കാണാൻ സാധിക്കുക പറഞ്ഞാൽ മനുഷ്യന്മാർ കിട്ടിയിട്ട് കാര്യമില്ല. ചുറ്റുള്ളവർ കണ്ടവർ കാണിച്ചാൽ പിന്നെ നമുക്ക് ഭാഗവതം പഠിക്കണമെന്ന് മോഹമുണ്ട്, കേൾക്കണമെന്ന് മോഹമുണ്ട്. ഒപ്പമുള്ളവർക്ക് അതില്ലെങ്കിൽ പിന്നെ തരാവില്ല. പല അമ്മമാരും പരാതി എന്നോട് തന്നെ പറയാറുണ്ട്, എന്ത് ചെയ്യാൻ അതിന് വായിക്കണം എന്നുണ്ട്, മക്കൾ സമ്മതിക്കില്ല. എന്ത് ചെയ്യും? എന്ത് ചെയ്യും? കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഭാര്യ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ഭർത്താവ് സമ്മതിക്കുന്നില്ല. തത്രാപി ദുർലഭം മന്യേ വൈകുണ്ഠപ്രിയദർശനം. സത്സംഗം തരാവെന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. ബന്ധുക്കൾ തന്നെ ഭക്തന്മാരാവുമെന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യ. അതത്ര എളുപ്പമല്ല. അത് ആത്യന്തികം ക്ഷേമം. ഇവിടെ എൻ്റെ ഭാഗ്യം എന്താ ചോദിച്ചാൽ, മനുഷ്യന്മ കിട്ടി, നിങ്ങളെപ്പോലുള്ള സജ്ജനങ്ങളെ കാണാൻ സാധിച്ചു. എനിക്കൊരൊറ്റ കാര്യം ചോദിക്കാനുള്ളൂ. അത് ആത്യന്തികം ക്ഷേമം. പദം നോക്കണേ. ആത്യന്തികം ക്ഷേമം, ആത്യന്തികമായ ക്ഷേമം. തൽക്കാലത്തേക്ക് സുഖമായിട്ടിരിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. സമ്പത്തുണ്ടെങ്കിൽ സുഖമായിട്ടിരിക്കും, ആരോഗ്യമുണ്ടെങ്കിൽ സുഖമായിട്ടിരിക്കും, അത് കഴിച്ചാൽ കുടിച്ചാലൊക്കെ തൽക്കാലം സുഖമാവും. പക്ഷെ അത് ഭാവിയിൽ ദുഃഖം ഉണ്ടാക്കും. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന സുഖമൊക്കെ ഏതുപോലെ ചോദിച്ചാൽ അത് താൽക്കാലിക സുഖമാണ്. ചിലർ ചോദിക്കാറുണ്ട്, കഴിക്കുമ്പോൾ സുഖമില്ലേ, കുടിക്കുമ്പോൾ സുഖമില്ലേ? ഉണ്ട്. പരദൂഷണം പറയുമ്പോൾ സുഖമില്ലേ? ഉണ്ട്. ആരല്ല പറയണു? ടി വി കാണുമ്പോൾ സുഖമില്ലേ? ഉണ്ട്. പക്ഷെ ആ സുഖമൊക്കെ ഏതുപോലെ? അതൊക്കെ ചൊറിയണത് പോലെയാണ്. പ്രഹ്ലാദം പറയും, കണ്ടൂയനേന കരയോരിവ ദുഃഖ ദുഃഖം. ചൊറിയുമ്പോൾ ഒക്കെ നല്ല സുഖമാണ്. ഉച്ചക്കൊക്കെ ഇരുന്നങ്ങ ചൊറിയുമ്പം
നല്ല സുഖ. അത് ദുഃഖം എപ്പോഴാണ് അറിയുക ദുഃഖമാണെന്നുള്ളത്? അത് വൈകുന്നേരം മേക്കഴുകുമ്പോഴാണ് മനസ്സിലാവുക. വേണ്ടില്ലായിരുന്നു, ആ ഉച്ചയ്ക്ക് ചൊറിയേണ്ടില്ലായിരുന്നു. ഇതുപോലെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ തിരിച്ചറിയും, ആ ചെറുപ്രായത്തിൽ അയാളെ പറ്റി കുറ്റം പറയേണ്ടില്ലായിരുന്നു, ഇല്ലാത്തതൊക്കെ പറഞ്ഞു നടന്നു, വേണ്ടില്ലായിരുന്നു, പരിഹസിച്ചു, വേണ്ടില്ലായിരുന്നു. അപ്പോൾ തോന്നിയിട്ട് കാര്യമില്ല, കഴിഞ്ഞു. അത് ആത്യന്തികം ക്ഷേമം. അതുകൊണ്ട് ആത്യന്തികമായ ക്ഷേമം എന്താണ്? അതാണ് ചോദ്യം. പണം ഉണ്ടാക്കലാണോ? രോഗം വരാതിരിക്കലാണോ? കല്യാണം കഴിക്കലാണോ? കുട്ടി ഉണ്ടാവലാണോ? എന്താണ് ആത്യന്തികമായ ക്ഷേമം? ഇതാണ് ചോദ്യം. അതിനുത്തരമായി ആ യോഗീശ്വരന്മാർ പറഞ്ഞു കൊടുത്തതാണ് ഭാഗവത ധർമ്മം. അതിൽ ആദ്യത്തെ യോഗീശ്വരൻ കവിയാണ് ആദ്യം മറുപടി പറഞ്ഞത്. എന്താ അദ്ദേഹം പറഞ്ഞത്? മന്യേ കുതശ്ചിത് ഭയമച്യുതസ്യ പാദാംബുജോപാസനമത്ര നിത്യം ഉദ്വിഗ്ന ബുദ്ധേഃ അസദാത്മഭാവാത് വിശ്വാത്മനാ യത്ര നിവർത്തതേ ഭീഹി. അല്ലയോ ദിവിരാജാവേ, ലോകത്തെല്ലാവരുടെയും പ്രശ്നം എന്താ ചോദിച്ചാൽ ദുഃഖമാണ് പ്രശ്നം. നമ്മുടെയൊക്കെ പ്രശ്നം എന്താ? സുഖമാണോ പ്രശ്നം? ആണോ? ആണോ? ദുഃഖമല്ലേ പ്രശ്നം? സുഖം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? ഉണ്ടോ? സുഖമായിട്ടിരിക്കുമ്പോൾ ജോത്സ്യനെ കാണാൻ പോകുമോ? ജോത്സ്യനെ ഒന്ന് നോക്കുമോ? എന്താ അത്? കുറച്ച് ദിവസമായിട്ട് ജലദോഷമില്ല, പനിയില്ല, ഒന്നുമില്ല, മക്കളൊക്കെ പറഞ്ഞാൽ കേൾക്കുക, എന്താ ഇഷ്ടമില്ല അപ്പം അങ്ങനെ ഒന്ന് നോക്കുക, എന്താ വിഷയം? ഇല്ലില്ല. പോവുക ബുദ്ധിമുട്ട് വരുമ്പോഴാണ്. സുഖം ഒരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നില്ല എന്നേ ഉള്ളൂ. സുഖം പ്രശ്നമാണ്, അവിടെയാണ് കുഴപ്പം. നമുക്ക് സുഖം പ്രശ്നമല്ല, പക്ഷെ സുഖം പ്രശ്നമാണ്. സുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരില്ലേ? ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. ലോട്ടറി അടിച്ചിട്ട് മരിച്ചവരൊക്കെ ഉണ്ട്. 100 കോടി അടിച്ചു എന്ന് കേട്ടതും അറ്റാക്ക്. സുഖം കൊണ്ടാണ്. പണ്ടൊരു ആൾക്ക് ലോട്ടറി അടിച്ചു 100 കോടി. അത് അടിച്ചുള്ള കാര്യം ഭാര്യ അറിഞ്ഞു. ഭാര്യയ്ക്ക് അടിച്ച പേടി, 2 അറ്റാക്ക് കഴിഞ്ഞതാണ്. അപ്പോൾ ഡോക്ടറോട് പോയി പറഞ്ഞു, അദ്ദേഹത്തിന് അടിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ അങ്ങോട്ട് പറഞ്ഞ ചിലപ്പോൾ ഇപ്പം തന്നെ അദ്ദേഹം പോകും, അതുകൊണ്ട് ഒന്ന് അവതരിപ്പിക്കണം. ശരി, ഞാൻ ആയിക്കോളാം, കുഴപ്പമില്ല, പേടിക്കേണ്ട എന്ന് പറഞ്ഞ് ഡോക്ടർ എന്ത് ചെയ്തു? അദ്ദേഹത്തെ വിളിച്ചിട്ട് മെല്ലെ 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 ഒറ്റയടിക്ക് പറഞ്ഞാൽ ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല. ഡോക്ടർ ചോദിച്ചു, അങ്ങനെ ലോട്ടറി എടുക്കാറുണ്ടോ? ഉണ്ട്. അടിക്കാറുണ്ടോ? ഓ, അടിക്കാറുണ്ട്. എത്രയാണ് അടിച്ചത്? 5, 10 അടിച്ചിട്ടുണ്ട്. ഏറ്റവും വലുത് 1 ലക്ഷമൊക്കെ അടിച്ചിട്ടുണ്ട്. എന്നിട്ട് അങ്ങേക്കും തോന്നിയില്ലേ 1 ലക്ഷം കൊണ്ടൊക്കെ ഇപ്പം എന്താവാനാ? ആ മട്ട, വലിയ കുഴപ്പമില്ല. തനിക്കിപ്പോൾ 1 കോടി അടിച്ചാലോ? 1 കോടി ഒന്നും അടിക്കില്ല എന്ന് അടിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ 1 കോടി അടിച്ചു വെച്ചാൽ ഡോക്ടറെ 50 ലക്ഷം ഞാൻ അങ്ങേക്ക് തരും. 1 കോടി അടിച്ചാൽ തനിക്കൊരു 50 കോടി അടിച്ചാലോ? 50 കോടി അടിച്ചു വെച്ചാൽ 25 കോടി അങ്ങേക്ക്. എനിക്കൊരു 100 കോടി അടിച്ചു വെച്ചാലോ? 100 കോടി എനിക്ക് അടിച്ചു വെച്ചാൽ 50 കോടി ഡോക്ടറെ അങ്ങേക്കെന്ന് പറഞ്ഞു. ഡോക്ടർക്ക് അറ്റാക്ക്, മരിച്ചു. അതാണ് പറഞ്ഞത്. അത് അത്ര എളുപ്പമല്ല, അത്ര എളുപ്പമല്ല. നമ്മുടെ വിചാരം ദുഃഖമാണ് പ്രശ്നം. അല്ല, സുഖവും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, ഇല്ലേ? സുഖമല്ലേ ശരിക്കും ബുദ്ധിമുട്ടിക്കുന്നത്? ദുഃഖം വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ദുഃഖം നമ്മളെ വിവേകിയാക്കുക ചെയ്യണത്. വ്യഥ പോലറിവോതിടുന്ന സദ്ഗുരുവും മർത്യനു വേറെയില്ല താൻ. ആശാൻ പറയണില്ലേ, ദുഃഖത്തെ പോലെ നല്ലത് പഠിപ്പിക്കുന്ന ഒരു ഗുരുനാഥൻ ലോകത്ത് വേറല്ല. ഈ ഭാഗവതർമ്മൊന്നും കേൾക്കണ്ട, ഭാഗവതൊന്നും വായിക്കണ്ട, 2 മാസം ആസ്പത്രി കിടന്നാൽ മതി, ഓർമ്മയോടുകൂടി. ചിലർക്ക് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നവരുണ്ട്, അവരുടെയൊക്കെ ഭാവം വേറെ ഇരിക്കും, ഇന്നലെ വരെയുള്ള ആളാവില്ല. കാരണം ഒക്കെ അനുഭവിച്ചു കഴിഞ്ഞു, ശരിക്കും മനസ്സിലാക്കി ആരാണ് സ്വന്തക്കാരെന്നൊക്കെ, ആരൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് ഏറെക്കുറെ നല്ലവണ്ണം മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ സുഖം എന്താ പഠിപ്പിക്കുന്നത്? സുഖം അഹങ്കരിക്കാൻ മാത്രമാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദുഃഖത്തെ പ്രണയിക്കണം. ദുഃഖം ഭഗവാന്റെ പ്രേമലേഖനാന്ന് പറഞ്ഞിട്ടൊരു കവി. ആരത് വായിക്കാൻ നിൽക്കണില്ല. നല്ലോണം കണ്ട് സൂക്ഷ്മമായിട്ട് വായിച്ചാൽ അതിൻ്റെ താഴെ അവസാനം എന്ന് തൻ്റെ സ്വന്തം കൃഷ്ണൻ ഒപ്പ്, ഭഗവാന്റെ ഒപ്പ് കാണും. പക്ഷെ നോക്കില്ല. ദുഃഖത്തിലാണ് ശരിക്കും പറഞ്ഞാൽ നല്ലോണം സൂക്ഷ്മമായിട്ട് പോയാൽ ഭഗവാന്റെ അനുഗ്രഹം കാണാൻ സാധിക്കും. മന്യേ കുതശ്ചിത് ഭയം. ഇനി ശരിക്കും പറഞ്ഞാൽ ദുഃഖം പോലും ഉണ്ടാവാൻ കാരണം എന്താ ചോദിച്ചാൽ, ദുഃഖം എന്ന് പറഞ്ഞാൽ അതിനടിസ്ഥാനം ഭയമാണ്. നമുക്ക് ദുഃഖം ഉണ്ടെങ്കിൽ നല്ലോണം ഒന്ന് ആലോചിച്ച് നോക്കൂ. ദുഃഖത്തിന് കാരണം എന്താ? ഭയമല്ലേ? ഭയം എന്ന് പറഞ്ഞാൽ പേടി, പേടിയല്ലേ? ആണോ? അല്ലേ? എനിക്ക് വേണ്ടി മാളിക വേണ്ടിക്ക് സന്തോഷമാവട്ടെ. അതെ, അങ്ങനെയല്ല.
ആണോ അല്ലേ ചിന്തിക്കാം. നമുക്ക് ദുഃഖത്തിന് കാരണം എന്താ പറയും? ദുഃഖപ്പുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് ആലോചിച്ച് നോക്കുക. ദുഃഖത്തിന് കാരണം ഭയം. ഭയം എന്ന് പറഞ്ഞാൽ നാളെ എന്താ ഉണ്ടാവുക നിശ്ചയില്ല. മക്കൾ പറഞ്ഞാൽ കേൾക്കുക, രോഗം വരുമോ, നോക്കാൻ ആളില്ല, എൻ്റെ പേടിപ്പിക്കാൻ പറയില്ല കേട്ടോ. ഭാഗവതം കേൾക്കുന്നവർക്ക് അങ്ങനത്തെ വിഷമമൊന്നും ഉണ്ടാവില്ല. എന്നാലും അല്ല, അങ്ങനെയൊക്കെയുള്ള പേടിയല്ലേ. നാളെ ഇപ്പം എന്താ ഉണ്ടാവുക എന്നറിയില്ല, എന്ത് സംഭവിക്കും നിശ്ചയില്ല. ഭയം അല്ലേ? ഭയമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈബന്ധിക്കൂ. ഭയമില്ലാത്ത ആൾ ഉണ്ടോ? അങ്ങനെയില്ല. ഒന്നല്ലെങ്കിൽ വേറൊരു ഭയം. ഇപ്പം നമുക്കൊക്കെ ഒരേ കാര്യം ആയിക്കോളണം എന്നില്ല ഭയം. ഇപ്പം എനിക്കുള്ള ഭയമാവില്ല നിങ്ങൾക്ക്. ഭർതൃഹരി പറയുന്നുണ്ട്, ഭോഗേ രോഗഭയം കുലേ ച്യുതിഭയം വിത്തേ നൃപാലാത് ഭയം മാനേ ദൈന്യഭയം ബലേ രിപുഭയം രൂപേ ജരായ ഭയം ശാസ്ത്രേ വാദിഭയം ഗുണേ ഖലഭയം കായേ കൃതാന്താത് ഭയം സർവം വസ്തുഭയാന്വിതം ഭുവി നൃണാം വൈരാഗ്യമേവാ ഭയം. പണ്ട് ഭർതൃഹരി ശൃംഗാര ശതകം എഴുതി നടക്കിയിരുന്നു. സ്ത്രീകളൊക്കെ അങ്ങനെ വർണ്ണിക്കും. അതാണ് കേമൻ ലോകത്തെ ഏറ്റവും വലുത് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്, എന്തൊക്കെ ഇവിടെ ഉണ്ടോ അതൊക്കെ ആസ്വദിക്കുക, ഈ ഒരു മട്ടായിരുന്നു. അവസാനം അയാളുടെ ഭാര്യ തന്നെ വഞ്ചിച്ചു. അതോടുകൂടി വൈരാഗ്യം, വിരക്തി വന്നു. പാൽപ്പായസത്തിൽ പല്ലി വീട് പറഞ്ഞാൽ പിന്നെ വിരക്തി വരുമല്ലോ. പിന്നെ അദ്ദേഹത്തിന് പിന്നെ വൈരാഗ്യ ശതകമാണ്. അതിലൊരു ശ്ലോകപ്പോൾ ചൊല്ലിയത്, ഭോഗേ രോഗഭയം. ഇവിടെ ഭയമില്ലാത്ത ആരുമില്ല. വലിയ പട്ടാളക്കാരനാണ്. അയാൾക്ക് വെടിയുണ്ട കണ്ടാൽ പേടില്ല. പക്ഷേ നേഴ്സ് സൂചിയായിട്ട് വരുന്നത് കണ്ടാൽ വിറയ്ക്കും. പിന്നെന്താ കാര്യം? ഒന്നല്ലെങ്കിൽ വേറൊരു പേടിയുണ്ട്. ഭോഗേ രോഗഭയം. ലഡ്ഡുക്കെ അങ്ങനെ കാണുമ്പോഴത്ത് കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ചോദിച്ചാൽ വേണ്ടെന്നാ പറയാം. എന്താ കാരണം? വേണ്ടായിട്ടല്ല, ഉള്ളിൽ മോഹമുണ്ട്. കഴിക്കാത്തത് എന്താ? ഷുഗർ 700. എത്ര? ഉള്ളിൽ മോഹമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് കുഴപ്പമില്ല. അവിടെ ഒരു ചാണകുരുളിയും ലഡ്ഡു ഒരുപോലെയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല. അല്ല, ഉള്ളിൽ മോഹമുണ്ട്, പക്ഷെ കഴിക്കാൻ വയ്യ, ദുഃഖല്ലേ? രോഗം വരും എന്നുള്ള പേടി കൊണ്ടാണ് അദ്ദേഹം കഴിക്കാത്തത്. ഭോഗേ രോഗഭയം. അയാൾക്ക് രോഗം വരും എന്നുള്ള ഭയമുണ്ട്. കുലേച്യുതി ഭയം. നല്ല കുലമഹിമുള്ള ആളാണ്, സുഖമായിട്ടിരിക്കണോ? അല്ലല്ല, കുലച്യുതി വരും എന്നുള്ള പേടി. 10-18 വയസ്സായ കുട്ടി ഇവളിനി ആടെയും കൂടെ ഒളിച്ചോടി പോകുമോ, തൻ്റെ തറവാടിനെ പറയിപ്പിക്കുകയോ, ഈ ഒരു പേടി ആർക്കുണ്ട്? കുലത്തിൽ അഭിമാനിക്കുന്നവർക്കുണ്ട്. ആ അഭിമാനം കണ്ട് ഒഴിവാക്കിയാൽ മതി, നന്നായി ബുദ്ധിമുട്ടില്ല. വിത്തേ നിർപാലാത് ഭയം. ഏറ്റവും വലിയ സുഖം സമ്പന്നന്മാർക്കാന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് പറയാണ്, സമ്പന്നൻ്റെ സുഖമില്ല. പണം ഉള്ളവൻ സുഖമായിട്ടിരിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ പണക്കാരനാവണം ഏറ്റവും സുഖം അനുഭവിക്കേണ്ടത്. അങ്ങനെയാണോ? ആണോ? ഏറ്റവും വലിയ പണക്കാരൻ സുഖമായിട്ടിരിക്കുകയാണോ? അല്ല, അയാൾ ഏതെങ്കിലും ഒരു ആചാര്യനെ വിളിച്ചുകൊണ്ടത് വീട്ടിലെത്തി ഭാഗവതം വായിച്ച് കേട്ടിട്ട് സുഖമായിട്ടിരിക്കുക, അത്രയേ ഉള്ളൂ. അതല്ലാണ്ട് അവർക്കും എന്തില്ല, അവർക്കും സുഖമൊന്നുമില്ല. ഈ പണം നഷ്ടപ്പെടുമ്പോഴുള്ള ദുഃഖം, താനൊക്കെ ഉണ്ടാക്കിയുള്ളത് അറിയാതെ മക്കൾ ദൂർത്തടിക്കും എന്നുള്ള വിഷമം, ഭാര്യ ചിലവാക്കും എന്നുള്ള പേടി, ടാക്സ് അടയ്ക്കണ്ടെന്നുള്ള പേടി, ഇത് കള്ളന്മാർ കൊണ്ടുപോകുന്നുള്ള പേടി. വിത്തേ നൃപാലാത് ഭയം. പേടിയുണ്ട്. അപ്പം പണമുള്ളവനും സുഖമില്ല. പിന്നെ ആർക്കാ സുഖം? രൂപേജരായ ഭയം. സൗന്ദര്യമുള്ളവൻ സുഖമായിട്ടിരിക്കും. എന്നാ അങ്ങനെയല്ല. സൗന്ദര്യമുള്ളവൻ സുഖമായിട്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ സിനിമാ നടന്മാരും നടിമാരൊക്കെ സുഖമായിട്ടിരിക്കണം. എന്തൊരു സൗന്ദര്യം! അവരുടെ കഥ നമ്മൾ വായിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, നല്ല സുഖമല്ലേ? സൗന്ദര്യമുള്ളവർ ആദ്യം എണീറ്റാൽ ആദ്യം നോക്കെന്താ? പേപ്പറോ? പൂജാമുറി? ആദ്യം നോക്കുക കണ്ണാടിയാണ്. കണ്ണാടി നോക്കിയാൽ ആ ഇഴയും നരച്ചു, സങ്കടമായി. ഒന്ന് മുഖത്തൊരു ചുളിവ് വന്നാൽ, ഒരിഴ നരച്ചാൽ പിന്നെ അന്ന് ഊണ് കഴിക്കില്ല. പിന്നെ അത് കറപ്പിക്കാൻ നോക്കും. പലരും നിൽക്കുന്നത് തന്നെ ഗോദ്രേജിലുണ്ടാണ്. ഇപ്പം അതല്ല, ഇപ്പോൾ വേറെ കുറേ എന്തൊക്കെയുണ്ട്, എന്നാലും അതിലേക്ക് കഴിഞ്ഞു വരാം. നമുക്ക് പരിചയമുള്ള ഒരാൾ, അയാൾ ബേബിയിൽ അഡ്മിറ്റായപ്പം കാണാനായിട്ട് അദ്ദേഹത്തിൻ്റെ വൈഫ് വിളിച്ച് പറഞ്ഞു, ഒന്ന് കണ്ടുവച്ച സന്തോഷം എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കണ്ടുവച്ച സന്തോഷം എന്ന്. പോകാൻ കുറച്ച് വൈകി, ഒരു 2-3 ആഴ്ച കഴിഞ്ഞു. അപ്പോൾ ഫ്രീ ആയപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞു, ഇപ്പം ഞാൻ ഫ്രീ ആണെന്ന്, ഞാൻ അങ്ങോട്ട് വന്നാലോ, ഒന്ന് 2 ദിവസം ഒഴിവുണ്ട്, വേണമെങ്കിൽ ഒന്ന് വന്ന് കാണാം എന്ന് പറഞ്ഞപ്പം ഭാര്യ വിളിച്ച് പറഞ്ഞു, ടീച്ചർ പറഞ്ഞു ഇപ്പം കാണാൻ വരണ്ട. പക്ഷെ എന്താ പ്രശ്നം? ആരോടും പറയണ്ട, അദ്ദേഹം ഡൈ ചെയ്തില്ല. അതിനിപ്പോൾ എന്താ, അയാൾക്ക് പ്രശ്നമുണ്ട്. അദ്ദേഹത്തിന് ഇങ്ങനെ ആശുപത്രി കിടക്കണമെന്നല്ല വിഷയം. ഇങ്ങനെ തൻ്റെ രൂപം ആര് കാണരുത്? ലോകര് കാണരുത്. ഇതിലും വലിയൊരു വിഷമം പോകും. രൂപേജരായ ഭയം.
സൗന്ദര്യമുള്ളവരിത് നഷ്ടപ്പെടും എന്നുള്ള പേടിയാണ്. ഉറക്കല്ല, തിരിഞ്ഞും പറഞ്ഞു കിടക്കുകയാണ്. എത്ര കണ്ട് നോക്കിയാലും കുറച്ച് കഴിഞ്ഞാൽ ഒഴിവാക്കിയേ പറ്റൂ. പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഒരു പരിധി വരെയൊക്കെ പറ്റും, അതിലപ്പുറം സാധിക്കില്ല. മുടിയൊക്കെ ഒന്ന് നേരെയാക്കുമ്പോഴേക്കും പല്ല് പോവും, പല്ല് നേരെയാക്കുമ്പോഴേക്കും ചെവി പോവും, ചെവി നേരെയാക്കുമ്പോഴേക്കും കണ്ണ് പോവും, അത് നേരെയാക്കുമ്പോഴേക്കും നമ്മൾ പോവും, എന്തായാലും പോവും. ഇതൊക്കെ ഭഗവാൻ ഓരോ സൂചന തരികയാണ്. മുടി നരയ്ക്കണമെങ്കിൽ അർത്ഥം എന്താ? ചെന്നി വല്ലാണ്ട് പുറത്തിറങ്ങി നടക്കണ്ട, സപ്താഹമൊക്കെ കേട്ട് അവിടെ ഇരിക്കുക, അതാണർത്ഥം. വിളിക്കുന്ന ദിക്കിലേക്കൊക്കെ അങ്ങോട്ട് ഓടിച്ചേരേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം നോക്കി നല്ല സത്സംഗം നടക്കുന്ന ദിക്കിലേക്ക് മാത്രം പോകണം. പല്ല് പോയാൽ അർത്ഥം ഇനി വല്ല പൊടിയിരിക്കഞ്ഞ് ഓട്സൊക്കെ കഴിച്ചാൽ മതി, ഇനി വറുത്തപ്പേരൊന്നും കഴിക്കാൻ പുറപ്പെടണ്ട, ഇനി ദഹിക്കാനൊക്കെ പ്രയാസമുണ്ട്. ചെവി പോയാൽ അർത്ഥം സ്പീക്കറിൻ്റെ അടുത്ത് പോയിരുന്ന് കേൾക്കുക, ഭാഗവതം മാത്രം കേൾക്കാം, പരദൂഷമൊന്നും കേൾക്കാൻ പോകണ്ടെന്നർത്ഥം. ഇത് മനസ്സിലാക്കിയാൽ മതി, എന്നാൽ ബുദ്ധിമുട്ടൊന്നുമില്ല.